മലങ്കര സഭയിൽ ആദ്യമായി സുവിശേഷത്തിലൂടെ സമൂഹത്തിന് വാതിൽ തുറന്നിട്ട പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പരിപാവനമായ ഈ മണ്ണിലാണ് ശ്ലീബാദാസ സമൂഹത്തിൻ്റെ കുടുംബ സംഗമം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരുന്നത്. എന്നാൽ ഈ വർഷവും ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയിലും ശരണപ്പെട്ടുകൊണ്ട് 91ാമത് വാർഷിക കുടുംബസംഗമം പരിശുദ്ധമായ കുർബാനയോടുകൂടി ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാവിലെ സമൂഹത്തിൻ്റെ അധ്യക്ഷൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചു. അതിനുശേഷം പ്രധാന ചടങ്ങായ സമൂഹത്തിൻ്റെ പതാക ഉയർത്തി, അതിനുശേഷം രജിസ്ട്രേഷൻ, രാവിലത്തെ പ്രഥമ ബൈബിൾ ക്ലാസ് നടത്തപ്പെട്ടു. ഇപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ ഈ പരിപാടിയുടെ അവസാന ഭാഗമായ പൊതുസമ്മേളനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 91ാമത് വാർഷിക കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ നമ്മെ ധന്യരാക്കി തീർക്കുന്നത് ശ്ലീബാദാസ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ദീപ്തമായ സംഭാവനകൾ നൽകി 2 പ്രാവശ്യം സമൂഹത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച് സമൂഹത്തിലെ ഓരോ കുടുംബങ്ങളും കയറിയിറങ്ങി വ്യക്തിപരമായി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിച്ച ഏറ്റവും പ്രിയപ്പെട്ട അഭിമന്യ പിതാവാണ് സക്കറിയ മാർ അന്തോണിയോസ് തിരുമേനി. തിരുമേനി സമൂഹത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ ഈ സമൂഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും വേണ്ട ഉപദേശങ്ങളും കൈത്താങ്ങളും ഒക്കെ തന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിമന്യ പിതാവ് നേരത്തെ തന്നെ ഇവിടെ എത്തി ഈ കുടുംബസംഗമത്തിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നു. അഭിമന്യ പിതാവിനെ നാം ഏവരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനായി ഏറ്റവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അഭിമന്യനായ ഡോക്ടർ യാക്കോബ് മാർ ഐറേനസ് തിരുമേനിയാണ്. അഭിമന്യ പിതാവ് ഇന്നലെ സന്ധ്യ നമസ്കാരത്തിന് തന്നെ മുൻപ് തന്നെ ഈ ദേവാലയത്തിലെത്തി സന്ധ്യ നമസ്കാരം നടത്തി അനുഗ്രഹിച്ചു. രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചു, അനുഗ്രഹിച്ചു. ഇപ്പോൾ അത്യാവശ്യമായിട്ട് കോട്ടയം വരെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. തിരുമേനി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൊതുസമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് അഭിമന്യനായ ഡോക്ടർ യാക്കോബ് മാർ ഐറേനസ് തിരുമേനിയാണ്. തിരുമേനിയെയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഈ വേദിയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ആയതുപോലെ തന്നെ റിപ്പോർട്ട് അവതരണം നടത്തുന്നത് സമൂഹത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന വന്ദനായ ശബൂൺ റംബാച്ചനാണ്. ശ്ലീബാദാസ സമൂഹം എന്ന് പറയുമ്പോൾ അത് റംബാച്ചനാണ്. പ്രവർത്തകരായി ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിലും റംബാച്ചന് മാത്രമേ ഈ പ്രസ്ഥാനത്തെപ്പറ്റി അതിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റിയും നല്ല അറിവുള്ളൂ. 70 വയസ്സ് കഴിഞ്ഞു, 71ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വാർദ്ധക്യത്തിലും കൂടുതൽ ചുറുചുറുക്കോടെ പരിശുദ്ധാത്മ നിറവോടുകൂടി ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. വന്ദനായ ശബൂൺ റംബാച്ചനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന മങ്കടിയിലച്ഛൻ അച്ഛന് സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പമുണ്ട്. പരിശുദ്ധനായ തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാൾ തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ടതായ കൈത്താങ്ങലും പ്രാർത്ഥനയും സാന്നിധ്യം കൊണ്ടൊക്കെ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും രാവിലെ തന്നെ നിശ്ചിതമുള്ള നമ്മൾ ആളുകളോട് ഒപ്പം തന്നെ ഇവിടേക്ക് കടന്നു വന്നു. വന്ദനായ മംഗളിലച്ഛനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ സ്കോളർഷിപ്പ് വിതരണം, കുടുംബ ഗിഫ്റ്റ് വിതരണ ഉദ്ഘാടനം നടത്തുന്നത് പരിമല സെമിനാരിയുടെ
ഇത് കഴിഞ്ഞു. കരിമല സെമിനാറുടെ മാനേജരായിരിക്കുന്ന അതിനായ MC കുര്യാക്കോസിനാണ് അച്ഛനെയും ഈ നമ്മുടെ കുടുംബസംഗമത്തിൻ്റെയും വാർഷിക ഈ സമ്മേളനത്തിനൊക്കെ വേണ്ടതായ ചെറുതും വലുതുമായ എല്ലാ കൈത്താങ്ങലും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനായ കുര്യാക്കോസ് അച്ഛനെയും ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ വേദിയിലുള്ള ഗീവർഗീസ് പൊന്നോലി അച്ഛൻ ദീർഘനാള് മലബാർ ഭദ്രാസനത്തിൽ ശുശ്രൂഷയനുഷ്ഠിച്ചു. ശ്രീപാദാസ സമൂഹത്തിൻ്റെ പ്രഥമ അധ്യക്ഷനായിരുന്ന അഭിമന്യനായ പത്രോസ് മാർ അസ്താത്യസ് എന്നിവരോടൊപ്പം ചെറുപ്രായത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ദേഹമാണ് ഗീവർഗീസ് പൊന്നോലി അച്ഛൻ. നല്ല ധ്യാനഗുരുവാണ്. സമൂഹത്തിൻ്റെ കർമ്മേതറായി നടക്കുന്ന ധ്യാനങ്ങളിലും കൺവെൻഷനുകളൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് പൊന്നോലി അച്ഛനെയും എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് നമ്മെ ധന്യനാക്കുന്ന ശ്രീപാദാസ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി മാനേജിംഗ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ KK ജോർജ് അവരുടെയും ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട ബെഹനാൻ സാറ്, അതുപോലെ തന്നെ മറ്റ് അഭ്യുദയകാംക്ഷികൾ, സമൂഹത്തിലെ പ്രവർത്തകരായ വന്യരായ വൈദിക ശ്രേഷ്ഠർ, കടന്നു വന്നിരിക്കുന്ന ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പകൽക്കാലം ഈ പരിശുദ്ധമായ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുന്ന ശ്രീപാദാസ സമൂഹത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കാലം ചെയ്ത അഭിമന്യനായ മൂക്കഞ്ചേരി തിരുമേനിയെ സ്മരിച്ചുകൊണ്ടുള്ളതായ ഒരു പാട്ട് ഇപ്പോൾ പാടുന്നതായിരിക്കും. അറിയാവുന്നവർ കൂട്ടത്തിൽ പാടുന്നതും നല്ലതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ശ്ലേബാദാസ സൈന്യാധിപനായി പൗലോസിനു തുല്യം മരണം വരവിരമിക്കാതെ സമരം ചെയ്ത മഹാവീര പത്രോസ് മാറുസ് താത്തിയോസ് തിരുമേനികനി കൊടുമേന്മേൽ ഓർക്കണമേ ഞങ്ങളെയെന്നാളും തൃപ്പൂണിത്തുറയിൽ നടമേടവകയിൽ മകിത പുരാതനമാം മൂക്കം ചേരിൽ തറവാട്ടിൽ കതിരൊളി വിതറിയ താരകമേ പത്രോസ് മാറുസ് താത്തിയോസ് തിരുമേനികനി കൊടുമേന്മേൽ ഓർക്കണമേ ഞങ്ങളെയെന്നാളും പാവപ്പെട്ടവരെ പാവന സ്വർഗമതാ പൂവനമതിലേറ്റാൻ ലോകമകോന്നത പദവികളെ ചവറന്നെണ്ണിയ പുണ്യനിധേ പത്രോസ് മാറുസ് തിരുമേനികനിവോടുമേന്മേൽ ഓർക്കണമേ ഞങ്ങളെയെന്നാളും ചുരുളും ചേങ്ങലയും കൈകളിലേന്തി കാൽനടയായി കാടോ മലയും കയറി കുടലുകളിൽ സുവിശേഷം ഘോഷിച്ചോ
അവശർക്കാശ്വാസം നിറപടിയായി നൽകാൻ സേവനതൽ പരനായി പശിയും ദുഷിയും ഭീഷണിയും സാമോദം കൈ കൊണ്ടോനെ പത്രോസ്മോറസ് താത്തിയോസ് തിരുമേനികനി ഒടുമേൽ ഓർക്കണമേ ഞങ്ങളെയും നാളും. ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ തക്കവണ്ണം ശ്രീവാദാസ സമൂഹത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും കൊല്ലം മെത്രാസനാധിപനുമായിരിക്കുന്ന അഭിനന്ദനായ സക്കറിയ മാർ അന്തോണിയോസ് പിതാവിനെ വളരെ വിനയപുരസ്സരം കർമ്മത്തിനായി ക്ഷണിക്കും. ത്രിയേക ദൈവത്തിൻ്റെ വലിയൊരുനാമത്തിന് മഹത്വം ഉണ്ടായിട്ടുണ്ട്. ശ്രീപാദ സമൂഹത്തിൻ്റെ അധ്യക്ഷനും കൊച്ചി മെത്രാസനത്തിൻ്റെ ഇടവ മെത്രാപ്പൊലീത്തായും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായ അഭിനന്ദനായ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് തിരുമേനി, ഈ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ശിമോൻ അറമ്പാച്ചൻ, പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായ എല്ലാ വൈദികരും മറ്റുള്ള ചുമതലക്കാരുമേ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പരിശുദ്ധനായ പരിമല തിരുമേനി അന്ന് പ്രയാസത്തിലിരിക്കുന്നവരെയും സമൂഹത്തിൽ നിന്ന് താഴേക്കടയിലേക്ക് തള്ളി ഇട്ടിരുന്നവരെയൊക്കെ ഉദ്ധരിക്കുവാനായിട്ടുള്ള പ്രയത്നം ആരംഭിച്ചു. തിരുമേനിയുടെ കാലഘട്ടത്തിൽ തന്നെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം ധാരാളം പ്രവർത്തിച്ചു. എന്നാൽ ഇതൊരു പ്രസ്ഥാനമായി തീർന്നത് ഭാഗ്യസ്മരണാർഹനായ മൂക്കഞ്ചേൽ പത്രോസ് മാർ ഉസ്താദ്യോസ് തിരുമേനിയുടെ കാലയളവിൽ പരിശുദ്ധനായ പരിമല തിരുമേനി തുടങ്ങി വെച്ച കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിതകാലം മുഴുവനും ഭാഗ്യസ്മരണാർഹനായ ഉസ്താദ്യോസ് തിരുമേനി കൊണ്ടു നടന്നു. അതിനുശേഷം പലരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ആ വന്യപിതാവിൻ്റെ കാലഘട്ടത്തിൽ സഭയിലേക്ക് വന്ന അനേകരും ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയെങ്കിലും ഒരു നല്ല സമൂഹം എന്നും ഓർത്തഡോക്സ് സഭയെ തന്നെ നിലനിൽക്കുന്നുവെന്നറിയുന്നതിൽ, മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വന്യനായ ഐറേനിയസ് തിരുമേനിക്ക് മുമ്പ് ഒരു 5 വർഷവും സേവ്യറിയസ് തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് ഒരു 5 വർഷമായിട്ട് 10 വർഷം ഈ സമൂഹത്തിൻ്റെ ചുമതലയിൽ ചില കാര്യങ്ങളൊക്കെ അന്വേഷിപ്പാനും ബലഹീനായ എനിക്ക് ദൈവം കൃപ നൽകി. പല ഭവനങ്ങളിലേക്ക് പോകുവാനും അവിടെയുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും ഒക്കെ ആ കാലയളവിൽ ഇടയായിട്ടുണ്ട്. ഈ ശ്രീപാദ സമൂഹത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ളവരുടെ സാമൂഹ്യമായ ഉന്നതിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. സമൂഹത്തിലെ ഓരോ ഭവനവും ദൈവിക മനുഷ്യരായിട്ട് ആയിത്തീരണം. ആത്മീയ ശക്തിയിൽ നമ്മൾ വളരണം. പരിശുദ്ധാത്മാവാം ദൈവം നമ്മളെ ഓരോരുത്തരെയും എല്ലാ കൃപകളിലും വഴി നടത്തണം. ഇന്ന് സമൂഹത്തിൽ ശ്രീപാദ സമൂഹത്തിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്. സമൂഹത്തിൽ മുഴുവനായും അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ
സമൂഹത്തിലുള്ളവർക്കും വളരെയധികം വെല്ലുവിളികളുണ്ട്. പലരും ആയിരുന്ന പഴയ സമൂഹത്തിലേക്ക് പോയാൽ ഇന്ന് വ്യക്തിപരമായും കുടുംബപരമായും ഒത്തിരി നേട്ടങ്ങളുണ്ട്. എന്നാൽ ആ നേട്ടങ്ങളെ ഒന്നും കാര്യമാക്കാതെ ഈ ഓർത്തഡോക്സ് സഭയിലെ ഈ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അങ്ങേയറ്റം ശ്ലാഘിക്കേണ്ടതായിട്ടുണ്ട്. അതിനിപ്പോൾ നേതൃത്വം കൊടുക്കുന്ന അഭിനന്ദനായ ഐറേനിയസ് തിരുമേനിയെയും എറമ്പാച്ചനെയും മറ്റു വൈദികരെയും മറ്റ് പ്രവർത്തകരെയും ദൈവസന്നിധി പ്രത്യേകം ഓർക്കും. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ മുഖാന്തരമായിട്ട് സമൂഹത്തിൻ്റെ സ്ഥിതി ഈ വിധത്തിലൊക്കെ നടക്കും. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. ഇന്നിൻ്റെ ആവശ്യം എന്താണ്? ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മയും ഓരോ പിതാവും അവരവരുടെ കുടുംബത്തെക്കുറിച്ച് ശരിയായിട്ടൊന്ന് ചിന്തിക്കണം. എല്ലാ സ്ഥലങ്ങളിലും ഭവനത്തിലും സന്ധ്യാസമയത്തും രാവിലെയും നമസ്കാരം നടക്കണം. എന്തെങ്കിലും ഒരു പാട്ട് പാടി, അമ്മയായിരിക്കും സാധാരണ വീട്ടിലുണ്ടായിരിക്കുന്നത്, അവർക്കറിയാവുന്ന ഭാഷയിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കുക അല്ല. നമുക്കൊരു ക്രമങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചുള്ള പുസ്തകങ്ങളൊക്കെ സന്ധ്യാനമസ്കാരത്തിനും പ്രഭാത നമസ്കാരത്തിനും ഒക്കെയുള്ള പുസ്തകങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാ ഭവനങ്ങളിലുണ്ട്. പുസ്തകത്തിൻ്റെ കുറവൊന്നും ഇന്ന് ഇല്ല. പരിശുദ്ധ വേദപുസ്തകമുണ്ട്, അത് വായിക്കണം. രാവിലെയും വൈകിട്ടുമെങ്കിലും നമസ്കരിക്കണം. ഇത് വളരെ ആവശ്യമാണ്. സന്ധ്യയ്ക്കലത്തെ നമസ്കാരം പല ഭവനങ്ങളിലുമുണ്ട്. എന്നാൽ പല ഭവനങ്ങളിലും പ്രഭാതത്തിലെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയിരിക്കുക. അതെല്ലാം ഒന്ന് കണ്ടെത്തണം. വിശുദ്ധ വേദപുസ്തക വായനയും പഠനവും ഏറ്റവും ആവശ്യമാണ്. വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വാക്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് പലരും വരും. അത് കേട്ടിട്ട് പ്രയാസപ്പെട്ട് നമ്മുടെ വിശ്വാസമാണോ ശരി, അവർ പറയുന്നതാണോ ശരി എന്നുള്ള ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാകരുത്. പരിശുദ്ധിയായ കന്യമറിയാമ്മയോടുള്ള മധ്യസ്ഥതയും ബാക്കി എല്ലാ പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയെക്കുറിച്ചും നമ്മൾ ശരിയായി മനസ്സിലാക്കണം. വിശുദ്ധന്മാരും ശുദ്ധിമതികളും അവരല്ല എന്തെങ്കിലും കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്നു. അവർ വിശുദ്ധരായി ഈ ലോകത്തിൽ ജീവിച്ചു. അവരുടെ വിശുദ്ധിയിൽ അവരിന്ന് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അവർ വാങ്ങിപ്പോയവരുടെ ലോകത്താണ്. അവരെല്ലാവരും ദൈവസന്നിധി നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. ഇങ്ങനെയുള്ള സാധാരണങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകും. ഒരു 8 നോയമ്പോ 15 നോയമ്പോ ഒക്കെ വരുമ്പോൾ പരിശുദ്ധിയായ അമ്മയുടെ പടം അലങ്കരിച്ച് മിക്കവാറും പള്ളികളിലൊക്കെ വയ്ക്കും. അപ്പോൾ സാധാരണ വിശ്വാസികളുടെയും മറ്റ് നമ്മുടെ ചുറ്റുപാടുകളുള്ള മറ്റ് മതസ്ഥരും ഒക്കെ ഇത് കാണുമ്പോൾ ഏതാണ്ടൊരു ദൈവത്തിൻ്റെ സ്ഥാനമാണ് അമ്മയ്ക്ക് അവിടെ കിട്ടുന്നത്. അതൊരിക്കലും ശരിയായൊരു ചിന്തയല്ല. അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാനാവിലെ കല്യാണ വിരുന്നിന് പരിചാരകന്മാരോട് പറയുന്ന വാക്കാണ്. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യും. ആ പരിചാരകന്മാരോട് പറഞ്ഞു. ആ ഭവനത്തിലെ എല്ലാ സംഭവവും കഥയും എല്ലാവർക്കും അറിയാം. ഭവനത്തിനാവശ്യമായ വിവാഹത്തിനാവശ്യമായ വീഞ്ഞു തീർന്നു പോയി. അപ്പോൾ അമ്മ അവിടെ വന്നിട്ട് പരിചാരകന്മാരോട് പറയുന്നു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്തൃകൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാനേ എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും നാഥയായ കന്യമറിയാമ്മയും പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസത്തിലുള്ള ശ്രദ്ധയിൽ നമ്മൾ ഓർക്കണം. അമ്മ ദൈവത്തെയോ
അതുപോലെ തന്നെ വിശുദ്ധന്മാർ ശുദ്ധിമതികളുമാകുന്ന കുട്ടിദൈവങ്ങളെ ഒന്നും പ്രതിഷ്ഠിക്കാൻ സഭ പഠിപ്പിക്കുന്നില്ല. പിന്നീട് ഓരോ ഭവനത്തിലും ഉണ്ടാകേണ്ട കാര്യങ്ങൾ മദ്യപാനം, അതുപോലെ തന്നെയുള്ള സാധനങ്ങളുടെ അനുഭവം, ഇന്ന് ഭവനങ്ങളുടെ എല്ലാം നില താഴോട്ട് കൊണ്ടുപോവുകയാണ്. വളരെയധികം രോഗങ്ങൾ ഇന്ന് വർദ്ധിക്കുന്നു. ആ രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ ഭവനത്തിൻ്റെ സാമ്പത്തിക നില തകർന്നു പോകുന്നു. അതോടൊപ്പം തന്നെ കുറച്ചു നാൾ ചികിത്സയൊക്കെ കഴിയുമ്പോൾ ആളും മരിക്കും, ധനവും നഷ്ടപ്പെടും. അങ്ങനെ ആളും അർത്ഥവും നഷ്ടപ്പെട്ട ഒത്തിരി ഭവനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹങ്ങളിലെല്ലാം ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊരു ആശ്വാസം പറഞ്ഞു കൊടുക്കുവാൻ, അങ്ങനെയുള്ളവരെ അല്പമെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങൾ സഹായിക്കുവാൻ ഒക്കെ സഭയ്ക്കും ഈ സമൂഹത്തിനുമൊക്കെ സാധിക്കണം. കൂടാതെ കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യത്തിൽ അമ്മമാർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇന്ന് അവർ തിന്മയുടെ വഴികളിലേക്ക് ധാരാളമായി പോവുകയാണ്. അവർ ചെന്ന എല്ലാ അപകടങ്ങളിലും പടുകുഴിയിൽ വീണു പോകുമ്പോൾ മാത്രമാണ് അവർ അതിലായിത്തീർന്നുവെന്ന് പറയും മനസ്സിലാക്കുന്നത്. എക്കൽ നിറഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയാം. അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ആ എക്കലിൽ നിന്ന്, ആ ചേറ്റുകുഴിയിൽ നിന്ന് മുകളിലോട്ട് കയറാൻ പരിശ്രമിക്കും തോറും അതിലോട്ട് താണുകൊണ്ടേയിരിക്കും. അതുപോലെ കൗമാരപ്രായത്തിലും യൗവനപ്രായത്തിലുമുള്ള അനേകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മയും തൻ്റെ കുഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മുഖം ശ്രദ്ധയോടെ നോക്കണം. അത് തിരിച്ചു വരുമ്പോഴും ശ്രദ്ധയോടെ നോക്കണം. എന്ത് ഭാവവ്യത്യാസമാണ്, സന്തോഷമാണോ ദുഃഖമാണോ ആ മകൻ്റെ മകളുടെ മുഖത്ത് കാണുന്നതെന്നുള്ളത് നോക്കി അവരെ മനസ്സിലാക്കി അവരുടെ അതാത് ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ വിലയിരുത്തി പ്രവർത്തിക്കണം. ജോലിസ്ഥലങ്ങളിലായിരിക്കുന്നവരായാലും അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കുന്നവർക്കും ഒക്കെ ഈ കാര്യം വളരെ ശ്രദ്ധയാണ്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങൾ ശ്രേഷ്ഠമായ വിധത്തിൽ ആത്മീയമായും അതുപോലെ തന്നെ ഭൗതികമായും വരണം. കിട്ടുന്ന ശമ്പളവും കൂലിയും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? വിനിയോഗിക്കുകയാണോ ദുർവിനിയോഗിക്കുകയാണോ? എൻ്റെ ചെറുപ്പകാലത്തിൽ സാധാരണ ഒരു കൂലിക്കാരന് കിട്ടിയിരുന്നത് 1.5 രൂപ 2 രൂപയൊക്കെയാണ്. ഇതിന്ന് 650 700 വർദ്ധിച്ചിട്ടുണ്ട്. 1.5 രൂപ കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജീവിത ചെലവ് വളരെയധികം ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പലരും കിട്ടുന്ന തുകകളിൽ നല്ല പങ്കും മദ്യഷാപ്പുകളിലും മറ്റുള്ള സ്ഥലത്തും നഷ്ടപ്പെടുത്തിയിട്ട് വീട്ടിലേക്ക് വരികയും ഭവനത്തിലാകെ കലഹമുണ്ടാക്കുകയും ചെയ്തു. ഭവനങ്ങളുടെ അന്തരീക്ഷം ശാന്തമായിരിക്കും. എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളായിട്ട് തീരുമാനം എല്ലാവരും ശ്രദ്ധിക്കണം. അഭ്യർത്ഥനായ തിരുമേനി, എറമ്പാച്ചനും മന്ദിവൈദികരും ഇതിൻ്റെ പ്രവർത്തകരുമൊക്കെ ഓരോ സ്ഥലത്തും വരുമ്പോൾ നിങ്ങളെ കാണുകയും ഇതിൽ കൂടുതൽ ശക്തമായ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ആ നിലയിലേക്ക് നമ്മൾ വളരാനായിട്ട് ഓരോ ആളും ഓരോ വ്യക്തിയും പരിശ്രമിച്ചേ പറ്റത്തുള്ളൂ. ഓരോ വ്യക്തിയുടെ പരിശ്രമവും ഓരോ വീടിൻ്റെ പരിശ്രമവും മുഖാന്തരമേ ഈ സമൂഹത്തിന്, ഇന്നത്തെ പൊതുസമൂഹത്തിൽ വളരുവാനും ഉയരുവാനും കഴിയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കും. ഭാഗ്യസ്മരണാർഹനായ ഉസ്താദ് സിനിമയും അതിനുശേഷം ഇതിനെ നടത്തിയിട്ടുള്ള പിതാക്കന്മാർ, വന്ധ്യരായ വൈദികർ,
ഇങ്ങനെ അനേകം ആളുകൾ കടന്ന തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി. അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥന തീർച്ചയായും നമുക്കെല്ലാവരുടെ പേർക്കും ഉണ്ടായിരിക്കും. അവരുടെയും നമ്മളുടെയും എല്ലാം പ്രാർത്ഥനയാൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നുവെന്ന് പറയും. ലളിതവും അർത്ഥസമ്പുഷ്ടവുമായ അനുഗ്രഹവാക്കുകളാൽ ശ്ലീബാദാസ സമൂഹത്തിൻ്റെ 91ാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച അഭിമന്യനായ സക്കറിയ മറന്തോണിയോസ് തിരുമേനിയോടുള്ള ഭക്ത്യാദരവുകൾ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്ലീബാദാസ സമൂഹത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്ലീബാദാസ സമൂഹം ജനറൽ സെക്രട്ടറി വന്യനായ ശമ്മോൻ റമ്പാച്ചനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിൽ സ്തുതി. ശ്ലീബാദാസ് സമൂഹത്തിൻ്റെ 91ാം വാർഷിക റിപ്പോർട്ട് ഇവിടെ അവതരിക്കുകയാണ്. പ്രവർത്തന റിപ്പോർട്ട് 2014-2015 AD 52 വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ശുശ്രൂഷ ചെയ്ത പരിശുദ്ധ പിതാക്കന്മാരിൽ ഒരാളാണ് പുണ്യശ്ലോകനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി. ഈ പിതാവിൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ ക്രൈസ്തവേതരമായ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾക്കായി 1924 സെപ്റ്റംബർ 14 ശ്ലീബാ പെരുന്നാൾ ദിവസം ശ്ലീബാദാസ് സമൂഹമെന്ന മിഷണറി പ്രസ്ഥാനത്തിന് അഭിമന്യ തിരുമേനി രൂപം നൽകി. 90 വർഷം പിന്നിട്ട ശ്ലീബാദാസ് സമൂഹത്തിൻ്റെ കുടുംബസംഗമം എല്ലാ വർഷവും സെപ്റ്റംബർ 14 നടത്തപ്പെടുന്നു. ശ്ലീബാദാസ് സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയും അഭിമന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനേസ് തിരുമേനിയുമാണ്. ശ്ലീബാദാസ് സമൂഹത്തിൻ്റെ 90ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും 2014 സെപ്റ്റംബർ 14 ഞായറാഴ്ച കരിമല സെമിനാരിയിൽ വെച്ച് നടത്തപ്പെട്ടു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഭിമന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനേസ് തിരുമേനി പതാക ഉയർത്തുകയും തുടർന്ന് കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും റവറൻ ഫാദർ സജി അമ്മേലിൻ്റെ ആത്മീയ പഠനങ്ങൾ ക്ലാസും നടന്നു. ഉച്ചകഴിഞ്ഞ് പൊതുസമ്മേളനത്തിൽ അഭിമന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനേസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിക്കുകയും അഭിമന്യ സക്കറിയ മാർ അന്തോണിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. അഭിമന്യ യൂഹാനോൻ മാർ പോളിക്കാർപ്പോസ് മെത്രാപ്പോലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്ലീബാദാസ് സമൂഹ ജനറൽ സെക്രട്ടറി വന്യ ശമ്മോൻ റമ്പാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ശ്രീ സക്കറിയ മാണി, ശ്രീ കെ ജോർജ്, ശ്രീ VK വർഗീസ്, ശ്രീ KV മാമൻ, പ്രൊഫസർ കെ ജോർജ് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. റവറൻ ഫാദർ മനോജ് മാത്യു സ്വാഗതവും റവറൻ ഫാദർ സോമു കേശവമേൽ കൃതജ്ഞതയും അർപ്പിക്കുകയും ചെയ്തു. കുടുംബസംഗമത്തിൽ സംബന്ധിച്ച ഓരോ കുടുംബത്തിനും ഓരോ കുടുംബ ഗിഫ്റ്റ് നൽകുകയുണ്ടായി. ശ്ലീബാദാസ് സമൂഹത്തിൻ്റെ വാർഷിക സഞ്ചാര പരിപാടികൾ 2014 ഒക്ടോബർ മാസം മുതൽ 7 സ്ഥലങ്ങളിലായി നടത്തപ്പെട്ടു. കണ്ടനാട്, പിറവം, മൂവാറ്റുപുഴ, കുന്നംകുളം, ചിങ്ങവനം, ആറാട്ടുപുഴ, തലവൂർ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടു. ഈ മീറ്റിങ്ങുകളിൽ പരമാവധി വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കുവാനും സാധിച്ചു. ഇത്തരം കുടുംബ സമൂഹങ്ങളിലും ഓരോ കുടുംബത്തിനും ഓരോ കുടുംബ ഗിഫ്റ്റ് വിതരണം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. മുൻപതിവ് പോലെ ചികിത്സാ സഹായം, വിവാഹ സഹായം, ഭവന നിർമ്മാണ സഹായം, വിദ്യാഭ്യാസ സഹായം തുടങ്ങിയവ ബഹുമാനപ്പെട്ട ഇടവക വികാരിമാരുടെ ശുപാർശകളോടുള്ള അപേക്ഷകൾക്കും നൽകി വരുന്നു എന്നതും ഈ സമയത്ത് അറിയിക്കട്ടെ. പരിമലയിൽ വെച്ച് നടന്ന കുടുംബ സംഗമത്തിന് പരിമല സെമിനാരിയിൽ വെച്ചിരുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയോടുള്ള ഭക്തിയാദരവുകൾ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ക്രമീകരണങ്ങൾ ചെയ്തു തന്ന പരിമല സെമിനാരി മാനേജർ വന്യ ഔഗേൻ റമ്പാച്ചനോടുള്ള നന്ദി നിസ്സീമമാണ്.
ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തു തന്ന VKV കേറ്ററിംഗ്സ് ഉടമ ശ്രീ VK വർഗീസിനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കട്ടെ. വാർഷിക സമ്മേളനത്തിൽ വൈദിക വിദ്യാർത്ഥികൾ പങ്കെടുപ്പിക്കുവാൻ അനുവദിച്ച വൈദിക സെമിനാരി അധ്യാപകരോടും പങ്കെടുത്ത വൈദിക വിദ്യാർത്ഥികളോടുള്ളതായ നന്ദി രേഖപ്പെടുത്തുന്നു. പുണ്യശ്ലോകനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ 47-ാം ശ്രാദ്ധ പെരുന്നാൾ 2015 ഫെബ്രുവരി 1-2 തീയതികളിൽ കർമ്മേൽ ദേറായിൽ വെച്ച് നടത്തപ്പെട്ടു. പരിശുദ്ധ സഭയിലെ അഭിമന്യ തിരുമേനിമാർ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചു. ശ്രീപാദാസ് സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ശ്രീപാദാസ് സമൂഹം പരിശുദ്ധ സഭയിൽ ഏറ്റവും ശോഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി പരിശുദ്ധ ദേവമാതാവിൻ്റെയും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും മാർ ഗ്രിഗോറിയോസ് മാർ ദിവനാസ്യോസ് പിതാക്കന്മാരുടെയും പുണ്യശ്ലോകനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെയും മധ്യസ്ഥതയാൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജനസമക്ഷം സമർപ്പിക്കുന്നു. കർത്തൃശുശ്രൂഷയിൽ ശിമോൻ റമ്പാൻ ശ്രീപാദാസ് സമൂഹം ജനറൽ സെക്രട്ടറി 14/9/2015 കണ്ടനാട്. റിപ്പോർട്ട് അവതരിപ്പിച്ച ഒന്നിനായ ശിമോൻ റമ്പാച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തി നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശ്ലീവാദാസ സമൂഹം അധ്യക്ഷൻ അഭിനന്ദനായ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് തിരുമേനിയെ വളരെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമ മഹത്വം ഉണ്ടാകട്ടെ. മഹത്വത്തിനായി ഇതെല്ലാം ഭവിക്കട്ടെ. നമ്മുടെ ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത ശ്രീപാദാസ സമൂഹത്തിൻ്റെ മുൻ അധ്യക്ഷൻ അഭിമന്യനായ അന്തോണിയോസ് പിതാവിനും സമൂഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി വന്യനായ ശമോൻ റമ്പാച്ചനും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് വൈദികർക്കും ശ്രീപാദാസ് സമൂഹത്തിലെ അതിനെ പലതരത്തിൽ ശുശ്രൂഷിക്കുന്നവരായി ഈ സ്റ്റേജിൽ കാണുന്ന വൈദികരെ, പരമല സെമിനാരിയുടെ പുതിയ മാനേജർ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ, ഈ ഇരിക്കുന്ന അച്ഛനായി ഇപ്പോഴത്തെ മാനേജർ, സമൂഹത്തിന് മജ്ജയും മാംസവും പിടിപ്പിക്കാൻ വേണ്ടി സമീപകാലത്ത് നമ്മുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സക്കറിയ വാണി സാർ, ജോർജ് സാർ, KK ജോർജ് സാർ, അവരിയ്ക്കുന്ന ക്രമത്തിനാണ് ഞാൻ പറഞ്ഞു, വാണി സാറ്, ജോർജ് സാർ, ഈ ഓഡിറ്റോറിയത്തിൽ ഫാനിൻ്റെ കീഴിൽ സുഖമായിട്ടിരിക്കുന്ന അപ്പച്ചന്മാരെ, അമ്മച്ചിമാർ, ചെറുപ്പക്കാരെ അധികം പേരെ കാണുന്നില്ല, പുറകിലുണ്ടോയെന്നറിയാം. കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ദൈവതിരുനാമത്തിൽ വന്ദനം. 2 പ്രധാന പരിപാടികളാണ് ഒരു വർഷത്തിൽ ഈ സമൂഹത്തിൻ്റെ പൊതു ആയി നടക്കുന്നത്. അതിലൊന്ന് കർമ്മേലേറായിൽ നടക്കുന്ന അഭിമന്യ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ. 2ാമത്തേത് പരുമലയിൽ നടക്കുന്ന ശ്ലീവാ പെരുന്നാൾ ദിവസം നടക്കുന്ന ഈ വാർഷികം, അത് 91ാമത്തേതാണ് നടക്കുന്നത്. ഈ 2 വാർഷിക കൂട്ടായ്മകളാണ് നമുക്കുള്ളത്. ഇന്നത്തെ കണക്ക് നോക്കിയപ്പോൾ 641 കുടുംബങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. മൊത്തം 1200 പേരും.
അപ്പം ഞാൻ സോമോച്ചോട് ചോദിച്ചു, എന്തോ ഈ വർഷത്തെ? അച്ഛൻ പറഞ്ഞു, പരീക്ഷ പിടിച്ചിരിക്കുക പിള്ളേർ. നമ്മുടെ ഒത്തിരി കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ അകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവരെ മീറ്റിങ്ങിന് കിട്ടുകയല്ലെന്ന് പറഞ്ഞു. കഴിവുള്ളിടത്തോളം നമ്മുടെ കുറച്ച് യുവജനങ്ങളോട് ഇതിനകത്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. ഈ പ്രായം ചെന്നവർ മാത്രം വന്നാൽ പോരാ, നമ്മുടെ യുവാക്കന്മാരും യുവതികളും ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കത്തക്കവണ്ണം ഇതിനെ പ്രാദേശികമായി സംഘടിപ്പിക്കുന്നവർ അവർക്ക് വേണ്ട ഉത്തേജനം കൊടുക്കണം. കുറച്ച് പേര് വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇതിനി നടത്തിക്കൊണ്ട് പോകാനുള്ള ചുമതല നിങ്ങൾക്കൊക്കെ പ്രായമായി വരികയാണ്. അവരുടെ കയ്യിലോട്ടാണ് ഇത് പോകേണ്ടത്. അപ്പോൾ നേരത്തെ തന്നെ അവരോട് വന്ന് എന്താ ഇവിടെ നടക്കുന്നതെന്ന് കണ്ടേച്ച് പോകും. അതുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങളുടെ മക്കളെ പരുമലയിൽ എത്തിക്കണം. അടുത്ത സ്ലീബ പെരുന്നാളാകുമ്പോൾ ഈ സ്ഥലവും ആ സ്ഥലവും നിറച്ചാളിരിക്കത്തക്കവണ്ണം 1000 കുടുംബങ്ങളിൽ നിന്ന് വന്നാൽ സ്ഥലമൊക്കെ നമുക്ക് എങ്ങനെയും കസേരയൊക്കെ ഇട്ടുണ്ടാക്കാം. നല്ല പുരുഷാരം വേണം അടുത്ത വർഷം. 2016 ശ്രീബ പെരുന്നാളിൽ 92ാം വാർഷികം നടക്കുമ്പോൾ പകുതിയും ചെറുപ്പക്കാരായിരിക്കും, ബാക്കി പകുതിയിൽ എന്നെ പോലുള്ള വയസ്സന്മാരും പിന്നെ ബാക്കിയുള്ള പ്രായമുള്ളവരും ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ശ്ലീവായുടെ ദാസന്മാരാണ്, അത് മറക്കരുത്. കർത്താവിൻ്റെ കുരിശിൻ്റെ അടിമകളാണ് നമ്മൾ, സ്വതന്ത്രരായ അടിമകൾ. അതുകൊണ്ടാണ് സ്ഥാപക പിതാവ് ഈ പേര് തന്നെ ഇട്ടിരിക്കുന്നത്, ശ്ലീവായുടെ ദാസന്മാർ അല്ലെ ദാസിമാർ. ശ്ലീബ എപ്പോഴും സഹനത്തിൻ്റെ, വിജയത്തിൻ്റെ, മരിച്ചുയർക്കുന്നതിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പര ബന്ധത്തിൻ്റെ, പ്രാർത്ഥനയുടെ, കൈകൂപ്പലിൻ്റെ എല്ലാം പ്രതീകമാണ് കുരിശ്. ആ കുരിശിൻ്റെ പേരിലാണ് ഈ പ്രസ്ഥാനം നിൽക്കുന്നതെന്നുള്ള മറക്ക്. ശ്ലീബ എന്ന് പറയാതെ നമ്മുടെ സമൂഹമില്ല. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. മനസ്സിലും കണ്ണിലും പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ കുരിശ് ഉണ്ടായിരിക്കട്ടെ. സമൂഹ പ്രവർത്തനങ്ങളെക്കുറിച്ച് 91 വർഷമായി ഇത് നടന്നു വരുന്നു. 10 വർഷം അതിന് വളരെ സ്തുത്യർഹമായി നേതൃത്വം കൊടുത്തയാളാണ്. ഇതിൻ്റെ ഓരോ സ്പന്ദനവും അറിയാവുന്ന ഒരാളാണ് നമ്മുടെ അന്തോണിയോസ് തിരുമേനി. എനിക്കും അത്രയും അറിയാനായി. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഓരോ ചലനവും അറിയാം. നിങ്ങൾ ഓരോരുത്തരെയും അദ്ദേഹത്തിന് അറിയാം. ഈ പ്രസ്ഥാനം എന്തിന്, എങ്ങോട്ട് എന്നൊക്കെ ചോദ്യം ചോദിക്കേണ്ട കാലമായിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ലോകമൊക്കെയും പോകണം, സകല മനുഷ്യരോടും പറയണം. എന്താ പറയേണ്ടത്? നിങ്ങളൊരു വാർത്ത പറയണം. നല്ല വാർത്ത വന്നിരിക്കുന്നു എന്ന് അവരോട് പറയണം. ഇപ്പം നമ്മുടെ രാത്രി അക്ഷയദിൻ ആയാഹ എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടുക. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറയുന്ന അക്ഷയദിൻ ആയാഹ, നല്ല ദിവസം വരാൻ പോകുന്ന വന്നോന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ് നിങ്ങൾ പോയി ലോകമെങ്ങും പോകണം, ഒരു വ്യത്യാസവുമില്ല. ജനങ്ങളോട് പറയണം ഒരു നല്ല വാർത്ത, വിശേഷം, സുവിശേഷം, നല്ല വിശേഷം പറഞ്ഞു. കോട്ടയത്തിന് വടക്കോട്ട് പോയി എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുന്നത്? നല്ല വിശേഷം. കോട്ടയത്തിന് തെക്കോട്ട് പോയാൽ ഞങ്ങളുടെ നാട്ടിൽ എന്താ വിശേഷം? ഒരു വിശേഷവും ഇല്ലെന്ന് പറയും. ഒരു കഥയില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്തായാലും യേശുക്രിസ്തു പറഞ്ഞു വിട്ടത് നിങ്ങൾ സുവിശേഷം, ഒരു പുതിയ വിശേഷം ജനങ്ങളോട് പറയണം. ഇത് നമ്മുടെ എല്ലാം ചുമതലയാണ്. ഇപ്പോൾ നമുക്ക് ഉള്ള കുടുംബങ്ങൾ സമൂഹത്തിനകത്തും പുറത്തും, സമൂഹത്തെ വേറൊന്നും അതിൽ കാണാൻ പാടില്ല. അകത്തും പുറത്തും കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളായ നമുക്കെല്ലാം പാലങ്കര സഭ എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊട്ടാരക്കരയോ, പിറവത്തോ, കോഴിക്കോടോ മാത്രമുള്ളതല്ലല്ലോ, ന്യൂയോർക്കിലോ. ഇതെല്ലായിടത്തും എല്ലാവരുടെയും. നിങ്ങളോട് ചോദിച്ചാൽ മലങ്കര സഭ ആരുടേന്ന് ചോദിച്ചാൽ എന്നാ പറയും? എൻ്റെയാണെന്ന് പറയും.
മലങ്കര ഓർത്തഡോക്സ് സഭ എൻ്റെ സഭയാണെന്ന് പറയണം. ഒട്ടും അശേഷം മടിക്കരുത്. ഇത് എൻ്റെ സഭയാണെന്ന് പറയുമ്പോൾ നമുക്ക് അല്പം കൂടി ഒരു ഗൗരവം ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുക, അതാ ഒന്ന്. പക്ഷേ ഇത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണം. നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ അയൽവാസികളോട് പറയണം. അയൽവാസി ആരും ആയിക്കൊള്ളട്ടെ, സ്നേഹത്തോടെ ഇടപെട്ടും അന്യൻ്റെ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും പങ്കെടുത്തും വേണം ഇത് പറഞ്ഞു കൊടുക്കാൻ. ഞങ്ങൾ പറയാൻ പോകുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ഇങ്ങനെ ഒരു ചുമതല കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ വർഷാവർഷം ഇങ്ങനെ കൂടി റിപ്പോർട്ടുമൊക്കെ വായിച്ചൊരു പാട്ടുമൊക്കെ പാടി വാച്ചയില നോക്കി 3 മണിയായോ നോക്കി ഇങ്ങനെ പോകാൻ റെഡിയായിട്ടിരിക്കുക. അങ്ങനെയല്ല. ഇതിനൊരു പ്രത്യേക ഉദ്ദേശവും പ്രാധാന്യവും പ്രസക്തിയും എല്ലാം ഉള്ളതാണ്. ഒന്നാമത് ചില നല്ല കാര്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പേ നമുക്ക് കിട്ടി. ഒന്ന്, നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും, അവിടെ സ്ഥലവ്യത്യാസമുണ്ട്, എല്ലാ കുടുംബങ്ങളിലും പ്രാർത്ഥന വേണം. ഇല്ലെങ്കിൽ നമ്മൾ വളരെ മോശമായിരിക്കും. രാവിലെയും വൈകിട്ടും കുരിശ് വരച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കണം. കുരിശ് വരച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കണം. നോമ്പും നോക്കണം. പിന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നത് സുരപാനം എന്ന് പറഞ്ഞ മദ്യപാനം അത് പാടില്ല എന്നാണ്. ശ്രീവാദാസ സമൂഹത്തിൽപ്പെട്ട ഒരുപിടി ആളുകൾ ഇപ്പോഴും നല്ലതുപോലെ കുടിക്കുന്നവരുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. നേരിട്ട് എനിക്കറിയാമല്ല, ക്ഷമിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചേക്കാം. ഞാൻ കേൾക്കുന്നത് ഒരുപിടി ആളുകൾ ഇപ്പോഴും കുടിക്കുന്നവരുണ്ട്. ഇത് സത്യമാണെങ്കിൽ അതൊരു വലിയ കളങ്കമാണ്. പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയോട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ നന്ദികേടാണ്. ശ്രീവാദാസ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം കണ്ട സ്വപ്നവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതല്ല. നല്ല കുടുംബങ്ങൾ, വലിയ പണമൊന്നുമില്ലെങ്കിലും വൃത്തിയായി ഉള്ളത്, പഴയതാണെങ്കിലും കഴുകി അലക്കി ശുചിത്വത്തോടുകൂടെ ജീവിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വീടുകളിൽ ചെന്ന് അദ്ദേഹം പറയും, ഉള്ളതുകൊണ്ട് വൃത്തിയായിട്ട് ജീവിക്കണം. അദ്ദേഹം അവിടെ ഇരുന്ന് അവരുടെ കുടിലിരുന്ന് പായൊക്കെ ഇട്ട് അതിലിരുന്ന് പറയും, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയും. വലിപ്പച്ചെറുപ്പം ഒന്നും നോക്കിയില്ല അദ്ദേഹം. അന്നാണ് വലിയ പ്രയാസമാണ്, വീണ്ടിലും തൊടിയിലും ഒക്കെയുള്ള കാലമല്ലേ. ഇന്നങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഈ കേട്ട 3-4 കാര്യങ്ങൾ അക്ഷരം പ്രതി നമ്മൾ ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാൻ പാടില്ല. അപ്പൻ കുടിക്കുന്നയാളായാൽ ഏതെങ്കിലും മക്കളോ കൊച്ചുമക്കളോ കുടിച്ചിരിക്കും, സംശയമൊന്നുമില്ല. അങ്ങനെയായാൽ തലമുറകൾ നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞത് ആവർത്തിക്കട്ടെ, ഏതാനും കുടുംബങ്ങളിൽ മദ്യപാനം നടക്കുന്നുണ്ട്. ഇത് ഈ പരമലയിൽ വെച്ച് സത്യം ചെയ്യണം. ഇപ്പോൾ 640 പേരെ വന്നിട്ടുണ്ട്. അതിലൊരു പരിച്ഛേദം മാത്രമേ ഉള്ളൂ, ബാക്കി അധികം പേരും വന്നിട്ടില്ല. ഇത് കേൾക്കുന്നവർ കേൾക്കാത്തവർക്ക് പറഞ്ഞോളൂ, ഇനിയും മദ്യം വേണ്ട. മഹാത്മാഗാന്ധിയുടെ നാടാണ്, ശ്രീബുദ്ധൻ്റെ നാടാണ്, പരുമല പുണ്യവാളൻ്റെ നാടാണ്, പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ മണ്ണാണിത്. ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് സത്യം ചെയ്യണം, ഇനിയും ഞങ്ങൾക്ക് മദ്യം വേണ്ട എന്ന്. അതൊരു പുതിയ പ്രഭാതമായിരിക്കും ശ്രീപാദാസ സമൂഹത്തിൽ. ഇന്ന് ഒരുപാട് ആളുകൾ സഭയിലേക്ക് പലയിടത്തു നിന്ന് വരുന്ന ഒരു സഭയിലേക്കും അങ്ങനെ ചേരുന്നില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ കുറച്ച് പേരൊക്കെ സഭയിലേക്ക് വരുന്നുണ്ട്, ശരിയാണ്. വടക്കേ ഇന്ത്യയിൽ സ്തേഫാനോസ് തിരുമേനി, ദേവോദോസിയോസ് തിരുമേനി ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചിരുന്നയാളാണ്. അദ്ദേഹം കടന്നുപോയി. സ്തേഫാനോസ് മാർ ഞാനും പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫ്ലാസ്കിനകത്ത് കട്ടൻ കാപ്പിയൊക്കെ ട്രെയിനിൽ വളരെ ദൂരെയാണ് പോകുന്നത്. അവിടെ ചെന്ന് കുടിലുകളിൽ പോവുകയും അവർക്ക് വിദ്യാഭ്യാസം ചെയ്യിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വില്ലേജ് മിഷൻ എന്നായ വടക്കേ ഇന്ത്യയിൽ നമ്മുടെ കടന്നുപോയ ദേവോദോസ് തിരുമേനി ചെയ്തിട്ടുണ്ട്. പരുമല പുണ്യവാളൻ, പരുമല കൊച്ചു തിരുമേനിയാണ് ഇതിൻ്റെ തുടക്കമിട്ട് ഒരു നല്ല രീതിയിൽ, അതിനു മുമ്പ് ഉണ്ടായിരുന്നു. എങ്കിലും ഒസ്താത്യോസ് തിരുമേനിയാണ് ഇതിങ്ങനെ ആളി കത്തിച്ച്
സഭയാകമാനം പറഞ്ഞു, ഇത് സഭയുടെ ചുമതലയാണ്, ഇത് ചെയ്തില്ലെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും എന്ന് എല്ലാവരോടും പറഞ്ഞു. തൊലിയുടെ നിറം നോക്കി അല്ല ദൈവം മനുഷ്യനെ വിധിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ നന്മ നോക്കി മാത്രമാണ് ദൈവം നമ്മളെ കരുതുന്നത്. അതൊരിക്കലും മറക്കരുത്. ശരീരത്തിൻ്റെ ത്വക്കിൻ്റെ നിറം നോക്കി അല്ല നമ്മൾ നല്ല മനുഷ്യരാണോ അല്ലാത്തവരാണോ എന്ന് വിധിക്കേണ്ടത്. ഈ കഴിഞ്ഞ നാളുകളിൽ ശ്രീപാദ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ ഒരു മീറ്റിംഗ്, യുവജനങ്ങളുടെ മീറ്റിംഗ് കർമ്മേലിൽ നടത്തി. നല്ല സംഖ്യ നമ്മുടെ മക്കൾ അതിനകത്ത് പങ്കെടുത്തു. മിടുമിടുക്കന്മാരായ കുട്ടികൾ, അതിനകത്ത് എൻജിനീയറിംഗ് കോളേജ് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു, സുന്ദരമായി പാടുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും സർഗശക്തി അധികം കാണാറില്ല പലയിടത്തും. സ്പോർട്സിന് മുമ്പ് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് നമുക്ക്. ബഹുസമർത്ഥരായ ശാസ്ത്രത്തിൽ വളർന്നു വരാൻ കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഭാവി അടഞ്ഞു പോകരുത്. പഠിക്കാതെയും മദ്യപിച്ചും പ്രാർത്ഥനയില്ലാതെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണ് കുരുടാകാൻ ഒരിക്കലും അനുവദിക്കരുത്. ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാവൂ. തന്നെയുമല്ല, ഇങ്ങനെ സാരോപദേശം മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇപ്പോൾ ഉള്ള നമ്മുടെ കുടുംബങ്ങളിൽ അതിൻ്റെ ഒരു സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ ബഹുമാനപ്പെട്ട റമ്പാച്ചൻ ഉൾപ്പെടെ ഉള്ളവർ വാർഷിക സഞ്ചാരത്തിന് വരുമ്പോൾ, ഇത് അങ്ങനെ ഒരു പദം അങ്ങ് വീണുപോയി, വാർഷിക സഞ്ചാരം എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച് ടൂർ പോകുന്ന പോലെ പോയിച്ച് വരുന്നതല്ല. ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഏത് പള്ളിയിൽ വരുന്നോ അവിടെ നമ്മുടെ എല്ലാ വീടുകളിലും വരും. ഇല്ലയോ റമ്പാച്ചൻ ഉറങ്ങിപ്പോയത് കർശനമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അല്ല, പള്ളിയിൽ പോയി മീറ്റിംഗ് കൂടിയാൽ പോരാ. റമ്പാച്ചനോ അച്ഛന്മാരോ നമ്മുടെ എല്ലാ വീടുകളിലും വന്ന് വിശേഷം ചോദിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ വിവരങ്ങളെല്ലാം കുറിച്ചെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. അതാണ് റമ്പാച്ചൻ ഉറങ്ങിപ്പോയാൽ. ഇപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ കട്ടിയുള്ള വിഷയമാണ്, അതുകൊണ്ടങ്ങ് കർശനമായിട്ട് പറഞ്ഞിരിക്കുക. അത് ചെയ്യുന്നുണ്ട്, ചെയ്തു തുടങ്ങി, അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. ഇനിയും നമ്മൾ ഉറങ്ങാൻ നോക്കുകയാണ്. എത്ര സമൂഹ വീടുകളുണ്ടോ അവരുടെ പൂർണ്ണ വിവരം നമുക്ക് കിട്ടണം. എല്ലാ വീടുകളിലും വാർഷിക സഞ്ചാരത്തിന് പോയാൽ എത്ര വീടുണ്ടോ അത്രയും വീടുകളിൽ ചെന്ന് പ്രാർത്ഥിക്കണം. ഇതുവരെ നടന്നിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കരുത്. ഇപ്പോൾ ഇനി നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതവർ ചെയ്തു തുടങ്ങിയതിന് എനിക്ക് വളരെ സന്തോഷമാണ്. അവിടുന്ന് വേണം നമുക്ക് തുടങ്ങാൻ. റമ്പാച്ചനും മറ്റ് 3 അച്ഛന്മാരാകെ 4 പേര്, 5 പേര്, ഒരു കയ്യിലെ വിരൽ മുഴുവനില്ല, മുഴുവൻ തികയുന്നില്ല, 4 പേരേ ഉള്ളൂ. ഈ 4 പേരെ വെച്ചുകൊണ്ട് വേണം ഈ വണ്ടി ഓടിക്കാൻ. ഒരു വണ്ടിയായാലും ഡ്രൈവർ വേണം, ക്ലീനർ വേണം, ചെക്കർ വേണം, പിന്നെ അതാടൊക്കെ ഒക്കെ വേണം. ഈ 4 പേരെ വെച്ചുകൊണ്ട് ഈ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് എനിക്കും അറിയാൻ. ഞങ്ങളൊക്കെ പുറകിൽ നിന്ന് വണ്ടി നിന്ന് പോകാതെ തള്ളി കൊടുക്കുന്നുണ്ട്. ഈ വണ്ടി നിന്ന് പോകുന്ന വണ്ടി ഇപ്പോൾ വന്ന വഴിക്കാണ് 5-6 പേര് തള്ളി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നിന്ന് പോകാതെ ഞങ്ങൾ സൂക്ഷിക്കാം. കൂടാതെ എല്ലാ വീടുകളിലും ഈ ഭവനം എന്നൊക്കെ പറഞ്ഞാൽ പള്ളി ഭാഷയായിപ്പോൾ, അതുകൊണ്ട് ഞാൻ വീടെന്ന് പറഞ്ഞു. എല്ലാവരും ഭവനം 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 എന്ന് പറയുന്നതുകൊണ്ട് വീട്. നമ്മുടെ എല്ലാ വീടുകളിലും ഈ റമ്പാച്ചനും അച്ഛന്മാരും സന്ദർശനം വരുമ്പോൾ വീടുകളിൽ വന്ന് പ്രാർത്ഥന നടത്തി. അവർക്കൊന്നും കൊടുക്കണ്ട, കാപ്പിയും കഞ്ഞിയും ഒന്നും കൊടുക്കരുത് നിങ്ങൾ. അവർ പ്രാർത്ഥിച്ച് വിശേഷമൊക്കെ ചോദിച്ച്, അമ്മച്ചി എന്തുകൊണ്ട് വിശേഷം, എങ്ങനെ ഇരിക്കുന്നു, നടുവേദന എന്നൊക്കെ ഒന്ന് ചോദിച്ചേച്ച് പോരും റമ്പാച്ചൻ. അപ്പം നമ്മുടെ വേദന ശകലം കുറയും. റമ്പാച്ചൻ ഇന്നലെ മഴക്കാറ് വന്നപ്പോൾ ഒരു ശകലം വേദന ഉണ്ടായിരുന്നു പറഞ്ഞേക്കണം. അപ്പോൾ എല്ലാ വീട്ടിലും അവർ വരും. വീട്ടിലെ അംഗങ്ങളുടെ മുഴുവൻ വിവരവും അവർ കുറിച്ചെടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നത്, ശേഖരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു പ്രത്യേക പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതിയുടെ വിധാതാക്കളാണ് അങ്ങേ അറ്റത്തിരിക്കുന്നത് 2 പേർ. നമുക്കുള്ള ഒരു ജം ആണ് നമ്മുടെ ജോർജ് സാർ, ഒരു മുത്താണ്. ഈ കൂട്ടത്തിലൊരു മുത്താണ്. അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിക്കും. മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, തലയെടുപ്പുള്ള ആളാണ്, എവിടെയും പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരാളാണ്. എനിക്ക് വളരെ അപ്രീസിയേഷനാണ് അദ്ദേഹത്തെ. അങ്ങനെ ഒരു 10 ജോർജ് സാറന്മാരുണ്ടാകണം.
നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വൈദികരുണ്ടാകണം. ഞാൻ ഇതെല്ലാ വർഷവും ഒരു ഒറ്റ കുഞ്ഞിനെ പോലും ഞാൻ പുരട്ടി വന്നേ പിന്നെ ഒരാളിനെ പോലും സെമിനാരി വിടാൻ കിട്ടിയാൽ ഞാൻ പഠിപ്പിച്ച് വിടാം. നിങ്ങൾ എൻ്റെ ഏൽപ്പിക്ക് കുട്ടികളെ. എന്തുകൊണ്ട് നിങ്ങൾ 2-3 പേരെ എനിക്ക് തരുന്നില്ല? ഞാനവരെ പഠിപ്പിക്കാം, അവരെ സെമിനാരി വിട്ട് പഠിപ്പിച്ച് അച്ഛന്മാരാക്കി തരാം. സിസ്റ്റേഴ്സ് ആവട്ടെ കുറച്ച് പേര്. എന്തിനു മടിച്ചു നിൽക്കുന്നു? നിങ്ങൾക്ക് ഈ സഭയിൽ മറ്റുള്ളവർക്കുള്ള മുഴുവൻ അവകാശവും ഇച്ചിരി കൂടുതലുണ്ടെന്ന് ഞാൻ പറയും. പുറകെ മാറി നിൽക്കരുത്. നിങ്ങൾക്ക് ന്യായമായ കിട്ടേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങിച്ചു. കല്യാണം കെട്ടിക്കുമ്പോൾ തന്നെ പറയുന്നത് എന്നാണെന്നറിയാമോ? ഭർത്താവിനോട് പറയും ഭാര്യയുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കണം. ഭർത്താവിന് വിശന്നിരുന്നാലും ഭാര്യ, പക്ഷേ സംഭവിക്കുന്നത് നേരെ എതിരാണ്. ഭാര്യ വിശന്നിരിക്കും, ഭർത്താവിന് കൊടുക്കുകയും ചെയ്യും. പള്ളിയിൽ അച്ഛൻ പറഞ്ഞു വിട്ടത് ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യ കൊടുക്കണം. അക്കൂട്ടത്തിലൊരു വാചകമുണ്ട്, ഭാര്യ ന്യായമായ വിധത്തിൽ ഭർത്താവിൻ്റെ പരിചരണം നിർവഹിച്ചു. ന്യായമായിട്ടുള്ളതൊക്കെ മതി എന്നതിൻ്റെ അർത്ഥം, കൂടുതലൊന്നും വേണ്ട എന്നതിൻ്റെ അർത്ഥം. അപ്പം നമ്മളും സഭയിലെ ഏത് അംഗത്തെ പോലും കുടുംബത്തെ പോലുള്ള മുഴുവൻ അവകാശവും നിങ്ങൾക്കുണ്ട്. ആ നിലയിൽ ഉയർന്നു വരണം. പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പഠിച്ചും പഠിപ്പിച്ചും വൃത്തിയായി ഉള്ളതുകൊണ്ട് ശുചിയായി ജീവിച്ചു, കള്ളു കുടിക്കാതെ. അത് വന്നാൽ നടു ഒടിഞ്ഞു പോകും. മദ്യപാനമില്ലാതെയും സേവാദാസഭ കുടുംബങ്ങൾ ഉയർന്നു വരട്ടെ. അതിനുശേഷം 2 പദ്ധതി സമീപകാലത്തുണ്ടാക്കിയതിൻ്റെ വിധാതാക്കളെയാണ് ഞാൻ ചൂണ്ടിയത്. അങ്ങ് അറ്റത്തിരിക്കുന്ന KK ജോർജ് സാർ, എൻജിനീയർ ജോർജ് സാറും, ഇപ്പുറത്തിരിക്കുന്ന നമ്മുടെ സക്രിയാമണി IRS ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ 2 പേരും ഇന്ന് ശ്രീപാദാസ് സമൂഹത്തിന് ഇടവും മലവും നിന്ന് താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥം അവരുടെ മനസ്സിൽ പൊടിഞ്ഞ ആശയം കൊണ്ടുവന്ന് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഈ സംസ്ഥാനത്തെ ധനസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീപാദാസ് സമൂഹ കുടുംബങ്ങളിലെ ആളുകളുടെ പ്രസക്തമായ രോഗചികിത്സ, വിദ്യാഭ്യാസം, പിന്നെ എന്നതാണ് വിവാഹം, ഈ 3 ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യമായ സാമ്പത്തിക സഹായം കിട്ടാനുള്ള സ്രോതസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഉപയോഗിക്കണം. ഇനി നിങ്ങൾ എല്ലാത്തിനും പോയി റംബാച്ചനത്ത് മുട്ടിയാൽ റംബാച്ചൻ 2 പേരിട്ട് വിട്ടു, ഇവിടെ കാശൊന്നുമില്ല, ഇങ്ങനെ വന്നാൽ എങ്ങനെ പോയി അടുത്ത ആഴ്ച വാ എന്നൊക്കെ പറയുന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ആ സ്ഥിതി മാറാൻ പോകും. ഇനിയിപ്പം ബാക്കിയുള്ള കാശൊക്കെ റംബാച്ചനിലൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾ അപേക്ഷയൊക്കെ പരിഗണിച്ച് നിങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടും, കൃത്യസമയത്ത് കിട്ടും. കൂടാതെ വീട് വെക്കുന്നത് ഒഴിച്ചുള്ള വിദ്യാഭ്യാസവും യോഗചികിത്സയും ഒക്കെയായി വരുന്ന ചിലവുകൾ അതിന് വേണ്ട ആരെങ്കിലും വിശദീകരിച്ച് തരും. അതിനുള്ള അപേക്ഷ കൊടുത്താൽ കാര്യമായ ഹെൽപ്പ് അപേക്ഷിക്കുന്നവർക്കൊക്കെ കിട്ടാൻ സംവിധാനം ഈ വർഷം മുതൽ നടപ്പാവുകയാണ്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മുടെ കുഞ്ഞുങ്ങൾ ഭംഗിയായി പഠിച്ചു വരണം. കിടപ്പ് രോഗികളായി ഇരിക്കുന്നവർക്ക് അവർക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാകാൻ പാടില്ല. വിവാഹം നടത്തുന്നതിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു കാര്യമായ സഹായം കിട്ടിയിരിക്കണം. ഇതൊക്കെ നമുക്ക് ഒത്തിരി ശ്വാസം മുട്ടലുണ്ടാക്കുന്ന കാര്യം. ഈ കാര്യത്തിൽ ശ്രീപാദാസ് സമൂഹത്തിന് തനിയെ ചെയ്യുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. പണമില്ലാത്ത ഒരു സംഘടന, അതിനൊരു പ്രതിവിധിയാണ് ഇപ്പോൾ കണ്ടുപിടിച്ച് വരുന്നത്. അത് നിങ്ങൾ നല്ലതുപോലെ ഉപയോഗിക്കണം. നിങ്ങൾ ഈ രീതിയിലുള്ള അപേക്ഷകൾ അവിടെ കർമ്മയിൽ എത്തിക്കണം. അത് ഈ പറഞ്ഞ സംവിധാനം വഴി നമ്മുടെ ബഹുമാന്യരായ 2 സാറന്മാരും അതിന് വേണ്ടതെല്ലാം ചെയ്തുകൊള്ളും. ഇതൊരു സുവാർത്തയാണ് ഞാൻ പറയുന്നത്. ഇത് നല്ലതുപോലെ ഉപയോഗിക്കണം. നമ്മുടെ ആളുകളോട് ഇത് പറയുകയും വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ഉഴപ്പി നടക്കാൻ അനുവദിക്കുക. വാട്ടക്കെട്ടും കിടക്കി കള്ള് കുടിച്ച് മതിലേ പോയിരുന്നുകൊണ്ട് സൊറ പറയാൻ നമ്മുടെ പിള്ളേരെ വിടരുത്. അയൽവക്കത്ത് ഒരു നുണ പറയാനായിട്ടും പോകരുത്. നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ദൈവത്തോടുള്ള ഭയവും സ്നേഹവും കുറയാതെ സൂക്ഷിച്ചു കൊള്ളണം. മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ മക്കളൊക്കെ ഉയർന്നു വരും. അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും മനസ്സ് നൊന്തുള്ള കണ്ണുനീരൊഴുകിയുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ മക്കൾ ഉയർന്നു വരും. നിങ്ങൾ പരിമളത്തിന് മേനിയെ അദ്ദേഹം ദൈവമൊന്നുമല്ല, പരിമളത്തിന് മേനിയെ വിശുദ്ധനെ
മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചോ, ഫലം കിട്ടിയിരിക്കും. അതുകൊണ്ട് ഈ കൂടി വരവ് സഭയ്ക്കാകമാനം ഒരു വലിയ വിളക്ക് പോലെ ഈ ശ്രീവാദാസ സമൂഹ പ്രവർത്തനങ്ങൾ നിൽക്കണം. നമ്മളൊന്നും ചെറുതല്ല. യേശു ക്രിസ്തു പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ഒന്നിനും നിങ്ങൾ പുറകോട്ട് നിൽക്കരുത്. സൺഡേ സ്കൂൾ കാര്യങ്ങൾ മുമ്പിൽ വരണം. നിങ്ങളുടെ 2-3 പിള്ളേരെ പഠിപ്പിച്ച് നിങ്ങൾ അവിടെ കൊണ്ട് തരണം. അരുമനയിൽ എവിടെയാണെന്നറിയാമോ? ഒരട്ടിയിൽ. നമുക്ക് അച്ഛന്മാരുണ്ടാകട്ടെ. എന്തുകൊണ്ട് ശ്രീപാദാ സമൂഹത്തിൽ നിന്ന് വൈദികർ 1-2 പേരൊക്കെ ഉണ്ട്, ഇപ്പോൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവട്ടെ. നല്ല വൈദികരുണ്ടാകട്ടെ, നല്ല കുടുംബങ്ങളുണ്ടാകട്ടെ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടാകട്ടെ. ഇത് എൻ്റെ സഭയാണെന്ന് ഞാൻ മുമ്പ് പറയുമ്പോൾ ഇത് എൻ്റെ സഭയാണെന്ന് പറയുക. ആൺകുട്ടികളും പെൺകുട്ടികളും നല്ലതുപോലെ അധ്വാനിക്കുന്നവർ, ജോലി ചെയ്യുന്നവരൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കള്ളു കുടിക്കാൻ പോകരുത്. കുടിച്ചെങ്കിൽ നമ്മുടെ ചീട്ടുകൊട്ടാരം പോലെ എല്ലാം താഴെ കിടക്കും. പിന്നെ നമ്മൾ ഒന്നും ചെയ്യാനൊക്കെയല്ലോ. ആ കുടുംബം തകർന്നു എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാശ് കള്ളിനും കഞ്ചാവിനും പൊട്ടുപടിക്കുമൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാര്യമില്ല. വീട്ടിൽ ചെല്ലാം. നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കാനുള്ളത് കള്ളിനകത്ത് കലക്കി കളയുക. നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിൻ്റെ വക നിങ്ങൾ കള്ളി ഷാപ്പിൽ കൊണ്ട് കൊടുക്കുക. ദൈവം പോലും പൊറുക്കുകയില്ല. അതുകൊണ്ട് പത്രോസ് മാവസ്താത്യോസ് തിരുമേനി എന്താണോ ആഗ്രഹിച്ചത്, അദ്ദേഹത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാം. ഇത്ര വിപ്ലവകരമായി ഒരു സഭയിൽ സുവിശേഷപ്രവർത്തനം നടത്തിയ ഒരാളില്ല. ഒരു സൗകര്യമില്ലാഞ്ഞിട്ടും വളരെ വിപ്ലവകരമായി നടന്ന് വീട് തോറും കയറി ഇറങ്ങിയ ഒരാളാണ്. അദ്ദേഹത്തെ മറക്കാൻ പാടില്ല. അദ്ദേഹം എന്തു പറഞ്ഞോ, കാനാവിലെ കല്യാണത്തിന് കന്യമറിയാമമ്മ പറഞ്ഞതുപോലെ, അവൻ എന്തു പറയുന്നതോ അത് ചെയ്യാൻ പറഞ്ഞതുപോലെ, ഒസ്താത്യോസ് തിരുമേനി എന്ത് പറഞ്ഞോ അത് ചെയ്യണം. ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കട്ടെ. അതുകൊണ്ട് ഇന്ന് സമയമധികം ഞാൻ എടുക്കുന്നില്ല. ഇപ്പം തന്നെ സമയം കൂടി എടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇടയ്ക്ക് രാവിലെ പതാക ഉയർത്തേക്ക് ഒരു സ്ഥലത്ത് വരെ പോകേണ്ടി വന്നു. എന്നിട്ട് വരാൻ വന്നപ്പോൾ ഇവിടെ റോഡിടെ വന്നിട്ട് അവിടെ റോഡ് അടച്ചിരുന്നുകൊണ്ട് പിന്നെയും കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ട് അല്പം വൈകിപ്പോയി. അത് നിങ്ങൾ ഓർക്കുക. കർമ്മയിലെ കാര്യങ്ങൾ റബ്ബാച്ചൻ്റെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് നടക്കും. ഈ പറഞ്ഞ കാര്യത്തിന് ഒരു ഓഫീസ് പ്രവർത്തനം നടത്താനുള്ള ക്രമീകരണമൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മാണിസാറൊക്കെ അതിനെക്കുറിച്ച് സമയം കിട്ടിയാൽ ചുരുക്കമായിട്ട് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കും. എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും, എല്ലാ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും സഹകാരികൾക്കും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ. സഹകാരികൾ ഉണരണം. ഇതൊരു ഊഴിയം പോക്ക് പോലെ സഹകാരിമാർ ചെയ്യരുത്. നല്ല ഉന്മേഷമായിട്ട് പ്രവർത്തിക്കണം. ഒരു പ്രതിഫലവും കിട്ടിയില്ലെങ്കിലും പ്രവർത്തിക്കാൻ സഹകാരികൾ തയ്യാറാകുമ്പോൾ ഈ സംഘടന നന്നാകും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ ക്രമീകരണം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട സെമിനാരി മാനേജർ കുറിയാക്കോസ് അച്ഛനോടും അദ്ദേഹത്തിൻ്റെ ടീമിനോടുമുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. വിശിഷ്ട വ്യക്തികൾക്ക് നേരെ എൻ്റെ കൂപ്പുകൈ ദൈവാനുഗ്രഹിക്കും. അഭിമന്യ പിതാവിൻ്റെ അനുഗ്രഹ വാക്കുകൾക്ക് നന്ദി തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീവാദാസ സമൂഹത്തിൻ്റെ ട്രഷറർ കണ്ടനാട് വൈശ്യംപറമ്പിൽ ശ്രീ VK വർഗീസ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായിരിക്കുന്ന കോരുത കുറിയാക്കോസിന് വേണ്ടിയും ശോശാമ്മ കുറിയാക്കോസിൻ്റെയും മെമ്മോറിയലായി എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് നൽകി വരുന്നത് നമുക്കറിയാം. ഈ സമയത്ത് സ്കോളർഷിപ്പ് SSLCക്കും +2-നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ പേരുകൾ ഇവിടെ പ്രസ്താവിക്കുകയാണ്. സ്കോളർഷിപ്പ് വാങ്ങുവാനായി ഇപ്പോൾ തയ്യാറാകണം. ഒന്നാമതായി SSLC പരീക്ഷയ്ക്ക് എബിൻ ബാബു, ഇടച്ചേരിപ്പാറയിൽ വെളിയനാട് എറണാകുളം, ജോൺ വർഗീസ് തലങ്ങാട്ടിൽ പെരിങ്ങോൾ, ആൽഫ ജോണി മനച്ച മലയിൽ ആരക്കുന്നം, അഞ്ജലി ഷാജൻ ചൊക്കുളിക്കുന്നേൽ പാമ്പാക്കുട. ഇത്രയും കുട്ടികൾ SSLCക്ക് കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളാണ്. അതുപോലെ +2-ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കുന്ന ജെമി ചാക്കോ കൂട്ടടയിൽ കൊന്നപ്പള്ളി പെരുവ, ആൽവിൻ ബേബി മത്തായി കുറ്റിക്കാട്ട് ഇടയ്ക്കാട്ടുവയൽ, വിപിൻ ജോർജ് വെട്ടിമാലയിൽ ഓണക്കൂർ. ഇത്രയും കുട്ടികൾ സന്നിഹിതരല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ സ്കോളർഷിപ്പ് വാങ്ങുവാനായി തയ്യാറാവുക. ഈ അവസരത്തിൽ കുടുംബ ഗിഫ്റ്റ് വിതരണ ഉദ്ഘാടനം നടത്തുവാൻ തക്കവണ്ണം
ആശംസ കൂടി അർപ്പിക്കുവാൻ തക്കവണ്ണം സെമിനാരി മാനേജരായിരിക്കുന്ന MC കുര്യാക്കോസ് അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. മാന്തുരുത്തെ മുട്ടമ്മാട്ടെ തോമസ് കുടുംബ ഗിഫ്റ്റ് വാങ്ങുവാൻ തക്കവണ്ണം മുൻപോട്ട് വരണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച കൊല്ലം ഭദ്രാസനാധിപൻ അഭിമന്യ സക്രിയമാർ അന്തോണി തിരുമേനി, ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്നതായ കൊച്ചി ഭദ്രാസന അധിപൻ അഭിമന്യ ഡോക്ടർ യാക്കോമാർ ആർണോസ് തിരുമേനി, പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി വന്ദനായ ശിവോർണ ബാച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്ലീബാദാസ് സമൂഹത്തിൻ്റെ 91-ാം വാർഷിക സമ്മേളനത്തിന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ആദ്യമേ തന്നെ നേരുകയാണ്. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ തിരുമേനിയുടെ ജീവിതത്തിൻ്റെ 3-ാം ഘട്ടത്തിൽ തിരുമേനിയുടെ പ്രവർത്തനത്തിൻ്റെ വലിയൊരു മാറ്റം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് തിരുമേനിയുടെ ജീവിതഘട്ടം പരിശോധിക്കുമ്പോൾ അത് വെട്ടിക്കൽ കേന്ദ്രീകരിച്ചായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് പരുമലയും ഭദ്രാസന ഭരണവുമായി തിരുമേനി കഴിഞ്ഞ കാലഘട്ടം. മൂന്നാമത് ജെറുസലേം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതായ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് തിരുമേനി സാമൂഹിക പരിഷ്കർത്താവിൻ്റേതായ ആ വലിയ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. അടിച്ചമർത്തപ്പെട്ട പാവപ്പെട്ടവൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് തയ്യാറാവുന്നത് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളികളും സ്ഥാപിക്കുവാനും അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുവാനൊക്കെ സാധിച്ചു. അതിൻ്റെ പ്രകാശമാണ് ഇന്ന് ഈ സമൂഹം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമല്ല. ആ പരിശുദ്ധൻ കബറടങ്ങിയിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ തന്നെയാണ് 91 വർഷമായിട്ട് വാർഷിക സമ്മേളനം നടത്തുന്നത്. അതും വലിയ അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ആ പരിശുദ്ധൻ്റെ പാത പിന്തുടർന്ന മുഖഞ്ചേരിൽ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ പ്രവർത്തനങ്ങളെയും ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത് വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഇത്രമാത്രം യാതൊരുവിധ സാങ്കേതിക വിദ്യകളും ഇല്ലാതിരുന്ന ഒരു കാലത്ത് സുവിശേഷം അതിൻ്റെ എല്ലാ തലങ്ങളിലും തിരുമേനി നിർവഹിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് എപ്പോഴും ആ തിരുമേനിയുടെ പ്രവർത്തനത്തിൻ്റെ ആ ശക്തി നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ വർഷത്തെ കുടുംബ ഗിഫ്റ്റ് വിതരണം ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. ഇപ്പോൾ സ്കോളർഷിപ്പ് വിതരണമാണ്. സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടി അഭിനന്ദനായ യാക്കോബ് ആർണോസ് തിരുമേനിയെ വളരെ ഭക്തിയാദരവോടുകൂടി ക്ഷണിക്കുന്നു. പേരുകൾ വിളിക്കുന്ന മുറയ്ക്ക് വന്ന തിരുമേനിയിൽ നിന്നും സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങേണ്ടതാണ്. കുട്ടികളില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആയാലും വന്ന് വാങ്ങുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയ എബിൻ ബാബു, ഇടച്ചേരിപ്പാറയിൽ വെളിയനാട്, എറണാകുളം. എബിൻ ബാബു. ജോൺ വർഗീസ്, തലങ്ങാട്ടിൽ പെരിങ്ങോൾ. ജോൺ വർഗീസ്, തലങ്ങാട്ടിൽ പെരിങ്ങോൾ. ഈ കുട്ടി ഈ കുട്ടിക്കും എല്ലാ വിഷയത്തിനും A+ ലഭിച്ചിരിക്കുന്ന കുട്ടിയാണ്. മൂന്നാമതായി അൽഫ ജോണി, മനച്ചമലയിൽ ആരക്കുന്ന. ഈ കുട്ടിക്കും എല്ലാ വിഷയത്തിനും A+ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
നാലാമതായി SSLC പരീക്ഷയിൽ 8 വിഷയത്തിന് A+ വാങ്ങിയിരിക്കുന്ന അഞ്ജലി ഷാജൻ ചൊക്കിളിക്കുന്നേൽ പാമ്പാക്കുട. അഞ്ജലി ഷാജൻ ചൊക്കിളിക്കുന്നേൽ പാമ്പാക്കുട. ഇനി +2 പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കുന്ന കുട്ടികളാണ് ശോശാമ്മ കുറിയാക്കോസ് ഐശ്യംപറമ്പിൽ മെമ്മോറിയൽ സ്കോളർഷിപ്പ്. ഒന്നാമതായി ജെമി ചാക്കോ കൂട്ടടയിൽ കുന്നപ്പള്ളി പെരുവ. ജെമി ചാക്കോ കൂട്ടടയിൽ കുന്നപ്പള്ളി പെരുവ. ആൽവിൻ ബേബി മത്തായി കുറ്റിക്കാട്ടിൽ ഇടയ്ക്കാട്ടുവയൽ 2ാം സ്ഥാനം നേടിയിരുന്നു. ആൽവിൻ ബേബി മത്തായി. മൂന്നാമതായി അബിൻ ജോർജ് പെട്ടിമലയിൽ ഓണക്കൂർ 3ാം സ്ഥാനം നേടിയിരിക്കുന്നു +2 പരീക്ഷയിൽ. വിജയം വരിച്ച എല്ലാ കുട്ടികളോടുമുള്ളതായ അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ സമയത്ത് +2 പരീക്ഷയിൽ 3ാം സ്ഥാനം നേടിയ അബിൻ ജോർജ് കുട്ടിയില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് അബിൻ ജോർജ് വെട്ടിമലയിൽ ഓണക്കൂർ. ആരും എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ സമയത്ത് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ KK ജോർജ് സാറിനെ വളരെ സന്തോഷത്തോടുകൂടെ ക്ഷണിക്കും. ശ്രീബാദാസ സമൂഹം 91ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കൊല്ലം ഭദ്രാസനാധിപനും ശ്രീബാദാസ സമൂഹം അധ്യക്ഷനായിട്ട് ദീർഘനാൾ ആ സ്ഥാനത്ത് പ്രവർത്തിക്കുകയും ചെയ്ത് ഒന്ന് അഭിമന്യ സക്കറിയാമാർ അന്തോണിയോസ് തിരുമേനി, ഈ മഹായോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ശ്രീബാദാസ സമൂഹം അധ്യക്ഷൻ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് തിരുമേനി, സമൂഹം സെക്രട്ടറി ശമോൻ റമ്പാച്ച്, പരിമല സെമിനാരി മാനേജർ MC കുറിയാക്കോസ് അച്ഛൻ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ശ്രീബാദാസ സമൂഹത്തെ സ്നേഹിക്കുകയും വളരെയധികം സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉന്നത വ്യക്തികളായിട്ടുള്ള മറ്റൊരു KK ജോർജ് സാറ്, അതുപോലെ സക്കറിയാമാണി സാറ്, നമ്മുടെ വളരെയധികം സഹായം ചെയ്യുന്ന മകളുടെ അച്ഛനുണ്ട്, മറ്റ് വേദിയിൽ സന്നിഹിത വിശിഷ്ട വ്യക്തികളുണ്ട്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഭാഗ്യം കൊണ്ട് എന്ന് പറയാം വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ഉള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചതിൽ പ്രത്യേകം സന്തോഷമുണ്ട്. ഈ സമ്മേളനത്തിൽ എനിക്ക് ഒത്തിരിയേറെ പ്രത്യേകതകൾ തോന്നുന്നുണ്ട്. ഞാൻ ഒന്നാമതായിട്ട് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് തിരുമേനി, പത്രവാർത്തയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ബിരുദമുള്ള ആളാണ്. അതുകൂടാതെ മറ്റൊരു ശാഖയിൽ പ്രശസ്തമായ രീതിയിൽ ഡോക്ടറേറ്റ് നേടിയതായിട്ട് പത്രമാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. പത്രമാധ്യമങ്ങളിൽ തന്നെ ബിരുദാനന്തര ബിരുദം ഒന്നിൽ കൂടുതൽ വിഷയങ്ങളിൽ നേടിയിട്ടുള്ള ആളെന്നൊക്കെ മനസ്സിലായി. എന്തായാലും ശ്രീബാദാസ സമൂഹ അംഗങ്ങളുടെ പേരിൽ ഞങ്ങൾക്കുള്ള ഹൃദയംഗമായ അനുമോദനം ഈ സമയത്ത് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രീബാദാസ സമൂഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ ഇപ്പോൾ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.
സാധാരണ സഞ്ചാര യോഗങ്ങളിൽ TV മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണം സഞ്ചാര യോഗങ്ങളിൽ പ്രാതിനിധ്യം അംഗങ്ങളുടെ പങ്കാളിത്തം കുറയുന്നു എന്നുള്ളതുകൊണ്ട് മേഖലാ പരിപാടികളൊക്കെ സംഘടിച്ചിട്ടുണ്ട്. അതും അത്ര വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഐരൻസിന് വേണ്ടി പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശിവമോഹൻ റമ്പാച്ചനും ശ്രീപാദാസന്മാരായിട്ട് വളരെ ത്യാഗപൂർവ്വം പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ജോണച്ചനുണ്ട്, അതുപോലെ സോമോച്ചനുണ്ട്, മനോജനുണ്ട്. ഇവർക്ക് പിന്നെ ഈ നമ്മുടെ ഐരൻസിന് വേണ്ടി പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. എന്നാൽ പോലും ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അതിൻ്റെ ഈ ഐരൻസിന് വേണ്ടി പറയുന്നതിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് വലിയൊരു ഫലം കിട്ടും. കാരണം നമ്മുടെ സ്ഥാപകൻ പത്രോസ് മാർ ഉസ്താദ് തിരുമേനി സഞ്ചാര യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ബാലരായ സമയത്ത് അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം മാക്കാങ്കുന്ന് പള്ളിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൽ ഈ സഞ്ചാര പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നത്. അപ്പോൾ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ ശരിയായിട്ടും സ്ഥിതി വിവരങ്ങൾ അറിയുവാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ അവസ്ഥ ശരിയായ രീതിയിൽ അവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിൽ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾക്ക് പ്രയോജനപ്രദമായ ആത്മീയവും ഭൗതികവുമായ രംഗങ്ങളിൽ നമുക്ക് പ്രയോജനം വരത്തക്ക രീതിയിൽ ഇത് സമൂഹ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തി മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ഏതായാലും ഈ ആശയം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ എനിക്ക് ഒരു സ്ഥാനം ഞാൻ ആഗ്രഹിച്ചിട്ടല്ല മാനേജിക്കാൻ പറ്റിയ സ്ഥാനം ശ്രീപാദ സമൂഹത്തിൻ്റെ കൺസെൻറ്റോട് കൂടിയിട്ട് ബാബാതിരുമേനി എന്നെ ആക്കിയിട്ടുണ്ട്. എത്ര നാളെനിക്കും എനിക്കറിയത്തില്ല. കഴിഞ്ഞാൽ പോലും ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ സമൂഹ അംഗങ്ങളിൽ എനിക്ക് ധൈര്യമായിട്ട് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ധാരാളം പേർക്ക് വിവാഹ സഹായം നേടിക്കൊടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹം കൊടുക്കുന്നത് കൂടാതെ ദേവലോകത്തു നിന്ന് കൊടുക്കുന്നുണ്ട് വിവാഹ സഹായ ധനമായിട്ട്. അത് അറിഞ്ഞ് ആവശ്യപ്പെടുന്നവർക്ക് അത് ദേവലോകത്ത് പോവുകയും ബന്ധപ്പെട്ടവരെ കാണുകയും വാങ്ങിച്ചു കൊടുക്കുവാനായിട്ടും കഴിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ സമൂഹം അടുത്ത കാലത്ത് എന്നെ അത്ഭുതപ്പെടുത്തക്ക രീതിയിലുള്ള സഹായങ്ങൾ നമ്മുടെ സമൂഹ അംഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ശ്രീപാദാസ സമൂഹ അംഗങ്ങൾ ഞങ്ങൾ മറ്റൊരു ഭാഷയിൽ പറയും ദളിത് ക്രൈസ്തവ സമൂഹം എന്ന് പറയാറുണ്ട്. എന്തായാലും ഈ വിദ്യാഭ്യാസ സഹായം തന്നെ നേരത്തെ കൊടുത്തതിനേക്കാൾ വളരെ കൂടുതൽ തുകകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നൊരു സംഭവം, സത്യമായൊരു വസ്തുത എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ഇവിടെ കോളേജിലെ മെഡിക്കൽ കോളേജിൽ BSc നേഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥിനി അവസാന വർഷം അത് പഠിത്തം പൂർത്തീകരിക്കുകയാണ്. അതിന് സർക്കാരിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യവും കിട്ടുന്നില്ല. ഞാൻ പ്രാസംഗികനല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ബന്ധപ്പെടുത്തി പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല. എന്നാൽ പോലും ശരി, ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കാത്തൊരു കാര്യം ഇപ്പം പറയുകയാണ്. ഈ പട്ടികജാതി പട്ടികവർഗക്കാർ, അതായത് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. റിസർവേഷന് അത്രയും ഇല്ല, 1% മാത്രമേ ഉള്ളൂ. പക്ഷേ സ്കൂള് കോളേജുകളിൽ പഠിക്കുമ്പോഴത്തേക്ക് മറ്റ് ഹരിജൻ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന ലംസം ഗ്രാൻഡ് അതേ തുകയെ തന്നെ ഈ ദളിത് ക്രൈസ്തവർക്ക്, അതായത് ശ്രീപാദ സമൂഹത്തിൽപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് കോളേജുകളിൽ പ്രതിമാസ സ്റ്റൈപ്പൻഡ് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടുന്ന അതേ തുക തന്നെ ക്രിസ്തുമതം സ്വീകരിച്ച നമ്മുടെ അംഗങ്ങൾക്ക്, അതായത് ശ്രീപാദ അംഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. അഡ്മിഷന് മാത്രം അതിൻ്റെ ആ ഒരു കോട്ട നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ദളിത് വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക്, അത് സ്കൂളായിക്കോട്ടെ കോളേജായിക്കോട്ടെ, അവർക്ക് ഫീസ് സൗജന്യം ലഭിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ലംസം ഗ്രാൻറ്റും പ്രതിമാസ സ്റ്റൈപ്പൻറ്റും ലഭിക്കുമ്പോൾ അതേ അളവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. അതേസമയത്ത് നിർഭാഗ്യവശാൽ ഇപ്പോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ സ്കൂളുകളൊക്കെ സ്ഥാപിതമായതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ, അവിടെയാണ് BTech
അതുപോലെ BSc നേഴ്സിങ്, പ്രൊഫഷണൽ കോഴ്സുകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതൊക്കെ കൂടുതലും സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണ്. അവിടെ മെറിറ്റിൽ കിട്ടുന്നവർക്കൊക്കെ, അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് മെറിറ്റ് കിട്ടുക, അവർക്കെല്ലാം ഫീ കൺസെഷനുണ്ട്, സ്റ്റൈഫൻറ്റും അതുപോലെ മറ്റ് ലംസം ഗ്രാൻറ്റും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം പക്ഷേ ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ പഠിക്കുന്ന ദളിത് വിഭാഗത്തിൽ പെട്ടവർക്ക് അത് ലഭിക്കുന്നില്ലായിരുന്നു. 2 മാസം മുമ്പ് കേരള ഗവൺമെൻറ് തീരുമാനമെടുത്തു. അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ പഠിക്കുകയാണെങ്കിലും അവർക്ക് ഫീ കൺസെഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അവർ ഫീസ് കൊടുക്കേണ്ട, അതുപോലെ മറ്റ് ആനുകൂല്യം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഇതേ ആനുകൂല്യം നമുക്കൂടി ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ് തലത്തിൽ ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയോ, അതുപോലെ ഈ നമ്മുടെ സിലബസ് സമൂഹം അങ്ങനെ ചെയ്തിട്ടില്ല. അത് നല്ലതാണോ, അത് നല്ലത് ചെയ്യുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഒരു വിപ്ലവകരമായ രീതിയാണോ എന്നെനിക്കറിയത്തില്ലെങ്കിൽ പോലും സെക്രട്ടേറിയറ്റിൽ അത് ഡിസംബർ 10 എന്ന് പറയുന്നത് ഡിസംബർ 10 എന്ന് പറയുന്നത് ലോക മനുഷ്യാവകാശ ദിനമാണ്. അപ്പം നമുക്ക് ഭരണഘടന ഒരു ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഭരണഘടന 25-ാം വകുപ്പിൽ മതം മാറിയതിൻ്റെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് എഴുതി കൊടുത്തെങ്കിൽ 1950 ഡിസംബർ 10 അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു ഓർഡർ ഇറക്കിയതിലൂടെ ഹിന്ദുമതം സ്വീകരിച്ചവർക്ക് മാത്രമേ ഈ ആനുകൂല്യം കൊടുക്കുവാൻ അവർ ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ക്രിസ്തുമതം സ്വീകരിച്ച ഈ ദളിത് ക്രൈസ്തവർക്ക് ഇത് നിഷേധിക്കപ്പെട്ടു. പക്ഷേ സിഖ് മതം സ്വീകരിച്ചവർക്ക് അവർ സമരം ചെയ്ത് അത് നേടിയെടുത്തു. ബുദ്ധമതം സ്വീകരിച്ചവർ 1990 സമരം ചെയ്ത് നേടിയെടുത്തു. പക്ഷേ ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ, പ്രത്യേക സ്ത്രീവിഭാഗ സമൂഹത്തിൽപ്പെട്ടവർക്ക് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നുമില്ല. ഏതായാലും ചുരുക്കത്തിൽ ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പറയാൻ കാരണം, ഈ ഒരു കുട്ടി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഫീസ് കൊടുക്കുകയും ആ ഹോസ്റ്റൽ ഫീസൊക്കെ കൊടുക്കുകയും ചെയ്തത്. ആ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ റംബാച്ചനോട് പറഞ്ഞപ്പോൾ റംബാച്ചന് 12,500 രൂപ കൊടുത്തത് കൂടാതെ നമ്മൾ ആര്യനസ് തിരുമേനി ദേറായിൽ നിന്ന് 12,500 രൂപ വീണ്ടും കൊടുത്തു. കൂടാതെ ബാബാ തിരുമേനി ഒരു 12,500 രൂപ കൊടുത്ത് അവർക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കുകയുണ്ട്. ഞാൻ പറഞ്ഞത് ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ശ്രീപാദ സമൂഹം ഇപ്പോൾ ഒത്തിരിയേറെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഭവന നിർമ്മാണ സഹായം, വിദ്യാഭ്യാസ സഹായം, അതുപോലെ വിവാഹ സഹായധനം, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അത് സമൂഹത്തിൽ നിന്ന് വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രത്തിലും ഇതേ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് അപേക്ഷ ഫോം കോട്ടയം ദേവലോകത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ പരമാവധി സഹായം വാങ്ങിച്ചു തരുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. അതുപോലെ നേരത്തെ തിരുമേനിമാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പിന്നെ ആത്മീയമായിട്ടും പിന്നെ ഈ ഭൗതികപരമായിട്ടും നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, അതായത് സുവിശേഷീകരണത്തിനും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ഥാപിതമായിട്ടുള്ള ശ്രീപാദ സമൂഹത്തിലെ പ്രവർത്തനങ്ങൾ നമ്മളെ ഒത്തിരിയേറെ നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉസ്താദ് തിരുമേനി നമ്മളോട് ആവശ്യപ്പെട്ട ആ ചുമതലകൾ നമ്മൾ നിറവേറ്റണം. അത് തിരുമേനിമാർ രണ്ടുപേരും പറയുകയുണ്ടായി, മദ്യപാനം പാടില്ല. അത് ഉസ്താദ് തിരുമേനിയുടെ ഒരു നമ്മോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു, മദ്യപാനം പാടില്ല. അതുപോലെ തന്നെ ശുചിത്വം ആവശ്യമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിയെടുക്കണം. ഈ വക കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ച് നമ്മുടെ ഈ കൈത്താങ്ങൽ, ഈ സമൂഹം നൽകുന്ന സമൂഹം നൽകുന്ന സഹായങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ആത്മീയമായിട്ടും അതുപോലെ തന്നെ മറ്റു തലങ്ങളിലും ഉയർച്ച ഉണ്ടാകുവാനായിട്ട് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടിയ താലന്തുകൾ നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ഉയർന്നു വരുവാനായിട്ട് ശ്രമിക്കുക. ഇതിനവസരം കിട്ടിയ അവസരം തന്ന സമൂഹമായിട്ട് ബന്ധപ്പെട്ട മേലധ്യക്ഷ തിരുമേനിമാരോടും മറ്റെല്ലാവരോടും നിങ്ങൾ ഇത് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ നല്ലവരായിട്ടുള്ള ശ്രീപാദ സമൂഹ അംഗങ്ങളും ഞങ്ങളെ സ്നേഹിക്കുന്നവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൊഫസർ കെ ജോർജ് സാറിൻ്റെ വാക്കുകൾക്ക് നന്ദി. ഇപ്പോൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ബഹുമാന്യനായ സക്കറിയ മാണി സാർ IRS ഇപ്പോൾ സംസാരിക്കും. അഭിമന്യ പിതാക്കന്മാരെ, വന്യ വൈദികരെ,
ബഹുമാന്യനായ റമ്പാച്ചൻ, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, സഹകാരികളെ, സമൂഹത്തിലെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സമയം വളരെ കുറവാണ്. എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയുള്ളതുകൊണ്ട് ഒരു 4 മിനിറ്റിനകത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ സഹായഹസ്തം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിലെ വൈദികർ വീടുകൾ സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് ഒരു 300 വീടുകളിൽ സന്ദർശനം പൂർത്തിയാക്കി. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വേഗതയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. എങ്കിലും കാണാൻ ഓരോ വീടുകളിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് വലിയൊരു സംഗതിയാണ്. മുമ്പ് ഒരച്ഛൻ പോലും നമ്മുടെ വീട്ടിൽ വരാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇപ്പോൾ 2 അച്ഛന്മാരാണ് വരുന്നത്. ചിലപ്പോൾ റമ്പാച്ചനും കൂടെ കാണും. നല്ല കാര്യമാണ്. അത് ഒരു ആത്മീയതയിലുള്ള ഒരു നല്ല ആരംഭമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റ് സഹായ ഹസ്തത്തിലെ പദ്ധതികളെ പറ്റിയിട്ട് ഐറേനിയസ് തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി. അത് സഹകാരികൾ വഴി നിങ്ങളെല്ലാം ഇപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡ് അങ്ങ് ഡിസ്റ്റർബ് ചെയ്തോട്ടെ. കാപ്പി കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സംസാരം കേൾക്കുന്നുണ്ട് ഇവിടെ. സാറ് പ്രസംഗിക്കുന്നു, നിങ്ങൾ കാപ്പി കുടിക്കുന്നു, ഞങ്ങൾക്കൊന്നും കേൾക്കാനില്ല. അവിടെ ദയവായിട്ട് നിശബ്ദമായിരുന്ന് കാപ്പി കുടിക്കുക. സാറ് പറയുന്നത് എന്താണ് ശ്രദ്ധിച്ച് കേൾക്കുക. 3 തരത്തിലുള്ള ധനസഹായമാണ് നമുക്ക് ചില കമ്പനികൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിധവകളുടെ പെൺമക്കളുടെ വിവാഹം, പിന്നെ തീർത്ത് നിവൃത്തിയില്ലാതെ അവശരായി കിടക്കുന്നവർക്ക് ഏതാണ്ട് ഒരു പെൻഷൻ രൂപത്തിലുള്ള സഹായം, അതല്ലെങ്കിൽ മറ്റ് ചികിത്സാ സഹായം, ഇങ്ങനെ ഉള്ള ഒരു സഹായ പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കമ്പനികൾക്കുള്ളത്. അപ്പോൾ അവരുടേതായ ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു കല്യാണത്തിന് പോയിട്ട് 50,000 കുറഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയില്ല, ധനസഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. അവർക്ക് 20,000 25,000 രൂപയ്ക്കകത്തൊക്കെയുള്ള സഹായമേ അവർ കൊടുക്കുകയുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കും പല സോഴ്സിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പോൾ ഈ അപേക്ഷകൾ സ്വീകരിക്കുമ്പോൾ അതിഭീമമായ ഒരു തുക നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. 15 ആണെങ്കിൽ 15, അല്ലെങ്കിൽ 20 ആണെങ്കിൽ 20, അല്ലെങ്കിൽ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു തുകയാണെങ്കിൽ കിട്ടുന്നത് കിട്ടട്ടെ, നമുക്കങ്ങനെ ആരംഭിക്കാം. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരാൾ ഒരു തുക നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികൾ കാണും. അതിൽ ഒരു മൊത്തം മാർക്കുകൾ എടുത്താൽ ഒരു 60% മുകളിലുള്ള കുട്ടികളുടെ ആപ്ലിക്കേഷൻസ് മേടിക്കാൻ ഞങ്ങൾക്കൊരു പ്ലാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് 1-2 വിഷയത്തിലായിരിക്കും പുറകോട്ട് നിൽക്കുന്നത്. ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കാം, മറ്റു ചിലർക്ക് കണക്കായിരിക്കാം, ചിലർക്ക് ഫിസിക്സ് ആയിരിക്കാം. ഏതെങ്കിലും 1-2 വിഷയത്തിൽ നമുക്ക് അവർക്ക് ട്യൂഷൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഇപ്പോൾ കിട്ടുന്ന മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടുവാൻ സാധിക്കും. അപ്പോൾ അതിന് സഹായകരമായ രീതിയിൽ അർഹിക്കുന്നതായ ഏതാനും കുട്ടികൾക്ക് ട്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു തുക കൊടുക്കണം എന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ സമീപത്ത് ട്യൂഷൻ കൊടുക്കുന്ന നല്ല അധ്യാപകർ ഉണ്ടായിരിക്കണം, അല്ലാതെ പറ്റുകയല്ലോ. അപ്പോൾ അതൊന്ന്, അങ്ങനെയുള്ള അധ്യാപകരുടെ പേര്, അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഫോൺ നമ്പർ, ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ദേറായിലേക്ക് അയച്ചു കൊടുത്താൽ ഞങ്ങൾ നേരിട്ട് അവരുമായിട്ട് കൂടെ സംസാരിക്കും. ആ പറയുന്ന ട്യൂഷൻ കൊടുക്കാമെന്ന് പറയുന്നവരുമായിട്ട് സംസാരിച്ച് ബോധ്യപ്പെടുന്ന സ്ഥിതിക്ക് അർഹതയുള്ളവർക്ക് വേണ്ടിയിട്ട്
ഉള്ള ട്യൂഷൻ ഫീ നേരിട്ട് ആ അധ്യാപകർക്ക് ബാങ്ക് വഴി കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചിന്ത വന്നിരിക്കുന്നത്. അത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 60-65% മാർക്ക് മേടിക്കുന്നവർക്ക് 75-80% മാർക്ക് മേടിക്കത്തക്കവണ്ണം ഈ ഒരു സൗകര്യം സഹായകമാകുമെന്നാണ് ഞങ്ങളുടെ ചിന്ത. പിന്നെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല. 2 കാര്യം മാത്രം ഞാൻ എൻ്റെ മനസ്സിൽ ഒന്ന് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ ആശുപത്രിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ ഉണ്ട്. ചെറിയ അസുഖങ്ങൾ, പനി, ചുമ ഇങ്ങനെയൊക്കെ ഉള്ളതിനൊന്നും ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മൾ സഹിക്കാനും പഠിക്കണം. ആശുപത്രി കയറിക്കഴിഞ്ഞാൽ 1 രോഗം കൊണ്ട് പോകുന്നവർ 2 രോഗം കൊണ്ട് വരും. ഞാൻ ഒരുപാട് ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. കഴിയുന്നതും ചെറിയ അസുഖങ്ങൾ സഹിക്കാനായിട്ട് എല്ലാവരും പഠിക്കണം. രണ്ടാമത്, കിട്ടുന്ന തുക, പ്രത്യേകിച്ച് ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർ 500-600 രൂപയൊക്കെ കിട്ടുന്നവർ, അത് കിട്ടുമ്പോൾ അത് മുഴുവൻ തിരുമേനി പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ അത് ഉടനെ ചിലവാക്കി കളയുക. അങ്ങനെ വരാൻ പാടില്ല. ഒരു 25% എങ്കിലും അത് മാറ്റിവെച്ച് നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ തുക ഓരോ ദിവസവും നിക്ഷേപിക്കാൻ സാധിക്കുമെങ്കിൽ അറിയാതെ തന്നെ ഒരു ധനശേഖരം നമ്മുടെ പേരിൽ ഉണ്ടാകും. ഈ 2 കാര്യങ്ങൾ. ഒന്ന്, ആശുപത്രിയിൽ വെറുതെ ഓടി പോകരുത്. കിട്ടുന്ന പണം മുഴുവൻ വേസ്റ്റാക്കാതെ ഒരു 25% എങ്കിലും 25% എങ്കിലും ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് ബാങ്കിൽ നിക്ഷേപിക്കാനുള്ള ഒരു പദ്ധതി സ്വയം ഏറ്റെടുത്ത് നടത്തണം എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. കൂടുതലായിട്ടില്ല. എല്ലാവരും കഴിഞ്ഞ വർഷത്തിന് ശേഷം വീണ്ടും നിങ്ങളെ എല്ലാവരെയും കാണാനായിട്ട് സാധിച്ചതിനുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. എല്ലാവരുടെയും പേരൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും നമ്മുടെ സഹകാരികൾ പലരുടെയും അറിയാം, നേരിട്ട് അവർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവിടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും പാട്ട് പാടുകയും ചെയ്യുമ്പോൾ ഒരു 10-50 വർഷം മുമ്പത്തോട്ട് പഴയ കാലത്തേക്ക് മനസ്സ് പോവുകയാണ്. അന്ന് പാടിയിരുന്ന പാട്ടുകളാണ് കൂടുതലും നമ്മുടെ ആളുകൾ പാടുന്നത്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ നിർത്തും. സക്കറിയ മാണി സാറിൻ്റെ വാക്കുകൾക്ക് നന്ദി. ഈ അവസരത്തിൽ ശ്രീ KK ജോർജ് സാറ് ആശംസ അർപ്പിക്കുന്നു. അന്തോണിയോസ് തിരുമേനി, അഗറിയോസ് തിരുമേനി, വേദിയിലുള്ള വൈദികരെ, തന്മായ പ്രതിനിധികളെ, സമൂഹ അംഗങ്ങളെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കിവിടെ വന്നപ്പം ഏറ്റവും സന്തോഷം തോന്നിയത് 2-3 കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. പെട്ടെന്ന് 2-3 മിനിറ്റിൽ തീർക്കേണ്ടതുണ്ട്. സന്തോഷം തോന്നിയത് ഈ ഹോളിൽ ഇത്ര ആൾക്കാരെ കണ്ടതാണ്. പക്ഷേ തിരുമേനി അത് കഴിഞ്ഞിട്ട് ഒരു കണക്ക് പറഞ്ഞപ്പോൾ ആ സന്തോഷം അതുപോലെ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്തായാലും ഏകദേശം 2500 ഫാമിലികളിലുള്ളതിൽ 640 വീടുകളിൽ നിന്നുള്ള ആൾക്കാരെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇങ്ങനെ ഉള്ള ഒരു പ്രതികരണമല്ല നമുക്ക് വേണ്ടത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഇവിടെയുള്ള കുറേ ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതുപോലെ ചെറുപ്പക്കാരെ കാണുന്നേ ഇല്ല. ഇവിടുന്ന് മുമ്പിൽ നോക്കിയാൽ എന്നെക്കാളും പ്രായം കൂടിയവരും കുറേ ഏകദേശം നമ്മുടെ പ്രായമുള്ള ആൾക്കാരെ കാണുന്നുള്ളൂ. ചെറുപ്പക്കാർ വളരെ കുറച്ചേ കാണുന്നുള്ളൂ. അതുപോരാ, ചെറുപ്പക്കാർ കൂടുതലായിട്ട് ഇതിലെങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം. ഇവിടുത്തെ ഡിസിപ്ലിൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്നിവിടെ നടന്നത്. പക്ഷേ ആ ഡിസിപ്ലിൻ നിങ്ങൾ വീട്ടിൽ കാണിക്കുന്നില്ല. അതാണ് ചെറുപ്പക്കാരും പിള്ളേരും വരാതിരിക്കുന്ന ഒരു കാര്യം. പിള്ളേർക്ക് പരീക്ഷ ആയതുകൊണ്ട് തന്നെയല്ല. നമ്മുടെ ഇവിടെ കാണിച്ച ഡിസിപ്ലിന് നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമെങ്കിൽ, അതായത് അത് തിരുമേനി അതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞു, കള്ളുകുടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടുന്ന ചില അപേക്ഷകളിൽ അപ്പൻ വീട്ടിൽ ശ്രദ്ധിക്കുന്നില്ല, കള്ളു കുടിച്ച് പൈസ കളയുകയാണ്, നിങ്ങൾ പൈസ തരണമെന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങൾ അത് ആദ്യമായിട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കള്ള് കുടിക്കുന്ന ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് കാര്യമില്ലെന്നാണ് പലരും വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ സഹായത്തിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൽ ഇപ്പം പല ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പക്ഷേ അതിലുള്ള ഒരു ഡിഫക്റ്റ് എല്ലാവരുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. പലരും അതിൻ്റെ അകത്ത് ആവശ്യങ്ങളുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല. മരുന്ന് വാങ്ങിക്കാനാണെങ്കിൽ മരുന്ന് വാങ്ങിച്ച ബില്ലോ ഡോക്ടറുടെ കുറിപ്പടിയോ അങ്ങനത്തെ കാര്യങ്ങളും കൂടി അതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ എല്ലാ ആൾക്കാർക്കും സഹായം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന് നിങ്ങളോട് അറിയിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അത് എല്ലാ ആൾക്കാരും കഴിയുന്ന ഉപയോഗിക്കണം. നിങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാ ആൾക്കാരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള വീട്ടുകാർ അറിയാതിരിക്കാൻ പാടില്ല. ഈ വീടുകൾ സന്ദർശിക്കുമ്പോഴും അത് ആണ്ടിലൊരിക്കലോ അല്ലെങ്കിൽ 8 മാസത്തിലൊരിക്കലേ അത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോട് നടന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കണം. അവർക്കും ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകണം. നിങ്ങളുടെ ചെറുപ്പക്കാരെ നിങ്ങൾ ബലമായിട്ട് നിങ്ങൾ പള്ളിയിൽ വിടണം. പള്ളിയിൽ പോകാത്ത ആൾക്കാർക്ക് സഹായമെന്നും പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് വരരുത്. പള്ളിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പോയിരിക്കണം. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചുരുക്കുന്നു. ശ്രീബദാസ സമൂഹ വാർഷിക യോഗങ്ങളിൽ സ്തോത്രകാഴ്ച എടുക്കുന്ന പതിവുണ്ട്. ഈ സമയത്ത് സ്തോത്രകാഴ്ച എടുക്കുന്നു. സഹകാരിമാർ മുന്നോട്ട് വന്ന് കാണിക്ക എടുക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ശ്രീബദാസ സമൂഹത്തിൻ്റെ 91ാം വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് തിരുമേനി, ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്ന അഭിനന്ദനായ സക്കറിയ മാർ അന്തോണിയോസ് തിരുമേനി, വന്യനായ ശമോൻ റമ്പാശൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, 91ാം ശ്രീബദാസ സമൂഹത്തിൻ്റെ വാർഷിക സമ്മേളനത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഈ അനുഗ്രഹീതമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച അഭിനന്ദനായ സക്കറിയ മാർ അന്തോണിയോസ് മെത്രാപ്പോലീത്ത, ശ്രീബദാസ സമൂഹത്തിൻ്റെ മുൻ അധ്യക്ഷൻ, അഭിനന്ദ പിതാവ് നേരത്തെ തന്നെ ഈ സമ്മേളനത്തിന് വേണ്ടി ഇവിടെ വരികയും നമ്മോടൊത്ത് ഈ സമയം ഇവിടെ ചെലവഴിക്കുകയും ചെയ്തു. അഭിനന്ദ പിതാവിനോടുള്ള ഭക്തിയാദരവുകൾ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. അധ്യക്ഷ പ്രസംഗം നടത്തി നമ്മെ അനുഗ്രഹിച്ച ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീബദാസ സമൂഹത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനി ഇന്നലെ വൈകിട്ട് തന്നെ ഇവിടെ എഴുന്നള്ളി സന്ധ്യാനമസ്കാരം മുതൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അഭിമന്യ തിരുമേനിയെ വളരെ ആദരവോടുകൂടെ ഭക്തിയാദരവുകൾ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ മഹാസമ്മേളനത്തിന് നടത്തുവാൻ തക്കവണ്ണം ക്രമീകരണം നടത്തി തന്ന സെമിനാരി മാനേജർ വന്യനായ MC കുര്യാക്കോസ് അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. വേദിയിൽ നമ്മെ അനുഗ്രഹിച്ച ബഹുമാന്യനായ ഗീവർഗീസ് പന്നോലയച്ചൻ, അതുപോലെ ജോസഫ് മങ്കടിയിലച്ചൻ, ഈ 2 ബഹുമാന്യ വൈദികരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശ്രീബദാസ സമൂഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വന്യനായ ശമോൻ റമ്പാശൻ, നമുക്കറിയാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നടത്തിപ്പുണ്ട്. വന്യനായ റമ്പാശനെ വളരെ സന്തോഷത്തോടുകൂടെ കൃതജ്ഞത അർപ്പിക്കട്ടെ. വേദിയിലായിരിക്കുന്ന ബഹുമാന്യനായ സക്കറിയ മാണി IRS അവറുകളുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. അതുപോലെ ശ്രീ KK ജോർജ് സാറ്, അദ്ദേഹത്തോടുള്ളതായ നന്ദിയും സ്നേഹവും ആദരവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ബഹുമാന്യനായ ബഹനാൻ പാലാരിവട്ടം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേദിയിലുണ്ട്. ബഹുമാന്യനായ ബഹനാൻ അവറുകളെയും അദ്ദേഹത്തോടുള്ളതായ കൃതജ്ഞതയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമുക്കൊക്കെ അറിയാം, ഇന്ന് രാവിലെ മുതൽ നമുക്ക് ഭക്ഷണം നൽകിയത് ബഹുമാന്യനായ ശ്രീ VK വർഗീസ് അവറുകളാണ്. ശ്രീബദാസ സമൂഹത്തിൻ്റെ ട്രഷററായിരിക്കുന്ന ശ്രീ VK വർഗീസ് വൈശ്യംപറമ്പിൽ അവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഈ മഹാസമ്മേളനത്തിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുവാൻ തക്കവണ്ണം സെമിനാരിയിൽ നിന്നും എത്തിച്ചേർന്നിരുന്ന
ചേർന്നതായ ബഹുമാന്യരായ വൈദിക വിദ്യാർത്ഥികളോടും അവരെ അയച്ചതായ അധ്യാപകരോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അർപ്പിക്കട്ടെ. ഈ മഹാസമ്മേളനം ഗ്രിഗോറിയൻ ടി വിയിൽ ടെലികാസ്റ്റ് നടത്തിയ, അതിന് ക്രമീകരണം ചെയ്തു തന്ന സെമിനാരി മാനേജരോടും ടെലികാസ്റ്റ് നടത്തുവാൻ തക്കവണ്ണം അതിന് ക്രമീകരണം ചെയ്ത ശ്രീ ബിജി മോഹൻ പൂമറ്റും അവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നമുക്കൊക്കെ അറിയാം, ഈ മഹാസമ്മേളനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഏതാണ്ട് 650 ഭവനങ്ങളിലായി 1200ഓളം പേർ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആശംസകൾ അറിയിച്ച പ്രൊഫസർ കെ ജോർജ് സാറിനോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരണങ്ങൾ ചെയ്തു തന്ന പ്രിയ സഹോദരനോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആർക്കെങ്കിലും നന്ദി പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ആശീർവാദത്തിനായിട്ട് എഴുന്നേൽക്കാം. ബാറക്കുമോർ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും പ്രത്യേകിച്ച് ശ്ലീബാദാസ് സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.